വീട്ടിൽ കൊത്തച്ചക്കയിട്ട് വേവിച്ചിട്ട് ഉപ്പില്ലാഞ്ഞുകൊണ്ട് അമ്മ പറഞ്ഞു, മോനെ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, നീ പോയി തെക്കേ വീട്ടിൽ ചെന്ന് ഇച്ചിരി ഉപ്പ് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഉടനെ ഇവൻ പോകുമ്പോൾ അപ്പനിങ്ങനെ വരാതെ ഇരിക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പൻ ചോദിച്ചു, നീ എവിടെ പോവുകയാണെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, അമ്മ പറഞ്ഞിട്ട് ഇച്ചിരി ഉപ്പ് മേടിക്കാൻ പോവുകയാണ്. എടാ, കടം മേടിച്ച് ജീവിക്കാൻ ദൈവമക്കൾക്ക് അധികാരമില്ല. കാരണം വചനം പറയുന്നു, ആരോടും ഒന്നിനും കടം പെട്ടിരിക്കരുത്. ഉപ്പ് പോലും മേടിക്കണ്ടാവും. ആരോടും ഒന്നിനും സ്നേഹത്തിലല്ലാതെ കടം പെട്ടിരിക്കരുത്. കേരളാകത്തെന്ന് പറഞ്ഞു. ആ അന്ന് അകത്ത് കയറിയ പയ്യൻ ഈ പാലാരിവട്ടത്ത് പ്രായമുള്ളൊരു അപ്പച്ചനായിട്ട് താമസിക്കാൻ വേണ്ടി മരിച്ചുപോയി. അന്ന് ഓടി അകത്ത് കയറിയ പയ്യൻ പാലാരിവട്ടത്ത് ഒരു അപ്പച്ചനായിട്ട് താമസിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ബേവിച്ചാ ഞാൻ ഓടിക്കേറി അന്ന് ഞങ്ങൾ ആ കൊത്തച്ചക്ക ഉപ്പില്ലാതെ തിന്നു. ഗുണമെന്നറിയാമോ? അതും കൂടെ ഞാൻ പറയാം. ആ അപ്പച്ചൻ്റെ ഒരു മകൻ അമേരിക്കയിലുണ്ട്. അദ്ദേഹം അന്ന് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അമേരിക്കയിലെ ഒരു 10, 60, 70 പ്ലെയിനുകളുള്ള ഒരു കമ്പനിയുടെ ഉടമസ്ഥനാണ്. ഒരു കാര്യം പറയാം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ വീണ്ടും പറയുകയാണ്. കർത്താവിന് വേണ്ടി ത്യാഗം സഹിച്ചെന്ന് വിചാരിച്ച് കുരിശെ കയറ്റി പിന്നെയും നിന്നെ കൊല്ലാൻ അവന് ഉദ്ദേശമില്ല. അവൻ അനുഭവിച്ചത് നിനക്ക് വേണ്ടിയും കൂടെയാണ്. പക്ഷേ പ്രൈസ് ഗോഡ്, ഒരു മിനിമം സ്റ്റാൻഡേർഡ് നമുക്കുണ്ടാകണം. തമ്മിൽ തമ്മിൽ സ്നേഹിക്കാൻ, തമ്മിൽ തമ്മിൽ കരുതുവാൻ, തമ്മിൽ തമ്മിൽ ബഹുമാനിപ്പാൻ, തമ്മിൽ തമ്മിൽ അംഗീകരിപ്പാൻ. എന്നിട്ട് സ്നേഹത്തിലല്ലാതെ ആരോടും ഒന്നിനും കടംപെട്ടിരിക്കരുത്. പ്രൈസ് ഗോഡ്. ഞാൻ ഈ പഞ്ചരി ഞാൻ ഇതും കൂടെ പറഞ്ഞു, ഇത്രയും കൂടെ പറഞ്ഞില്ല, അതിൻ്റെ ശേഷം വേറൊന്നും കൂടെ പറഞ്ഞു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഇന്നത്തെ വല്ല അപ്പച്ചന്മാർക്കും ബോധമുണ്ടായിട്ട്, വചനത്തിൻ്റെ വെളിപ്പാടുണ്ടായിട്ട്, മോനെ തെക്കേ പോയി ഉപ്പ് മേടിക്കരുത് എന്ന് പറഞ്ഞാൽ ഭാര്യ വന്നിട്ട് പറയും, താൻ വായിച്ചിട്ടില്ലേ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, തെക്കേൽ മേനെ മേനെ തെക്കേൽ ഉർഫസീൻ ഉഫർസീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മോനെ മോനെ തെക്കേ പോയി ഉപ്പ് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വ്യാഖ്യാനിക്കും കൂടെ ചെയ്യുന്നു പറഞ്ഞു. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ ഹല്ലേലൂയ. നമ്മുടെ സൗകര്യത്തിന് വേണ്ടി വ്യാഖ്യാനിച്ച് പ്രൈസ് ഗോഡ്. രാഷ്ട്രീയ പാർട്ടിയേക്കാൾ കൂടുതൽ കഷ്ടമായിരിക്കുക. പ്രൈസ് ഗോഡ്. ഇന്ന് ദൈവമക്കളുടെ നിലയിൽ തന്നെ ഒരു പ്രസംഗം കേൾക്കാൻ പോവുകയാണെങ്കിൽ ഇന്ന് അച്യുതാനന്ദനാണോ പ്രസംഗിക്കുന്നത്, പിണറായി ആണോ പ്രസംഗിക്കുന്നത്, കമ്മ്യൂണിസ്റ്റുകാർ ചോദിക്കും. അതുപോലെ ദൈവമക്കളും ചോദിക്കുന്നത്, ഇന്ന് ആരാ പ്രസംഗിക്കുന്നത്? ഇനി സ്വോത്രം പറയലാണെങ്കിലോ, പിണറായി പ്രസംഗിച്ചാൽ പിണറായിയുടെ പാർട്ടിക്കാർ ചിന്താവത് പറയും, അച്യുതാനന്ദൻ്റെ പാർട്ടിക്കാരാണെങ്കിലല്ല കരിങ്കുരു. അച്യുതാനന്ദൻ പ്രസംഗിച്ചാൽ പിണറായി പാർട്ടികൾ പ്രസംഗം കേൾക്കണതും അങ്ങനെ ചിലത്. ഇതൊക്കെ ഒന്ന് മാറിയിട്ട് ഈ കപട വേഷം ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് വെറും സിമ്പിൾ ബിലീവേഴ്സാകാം. സിമ്പിൾ ബിലീവേഴ്സ്, നിഷ്കളങ്ക വിശ്വാസികളാകാം. എന്ന് സാധിച്ചുവോ അന്ന് നമ്മൾ ഗുണം പിടിക്കും. അന്ന് നമുക്ക് കർത്താവിന് നമ്മളെ കൊണ്ട് ഉപയോഗം ഉണ്ടാവും. കർത്താവ് നമ്മളെ ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ദിവസങ്ങളിൽ ദൈവവചനം കേൾക്കുമ്പോൾ ഒറ്റ കാര്യം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, കർത്താവേ എന്നെ ഒരു നിഷ്കളങ്ക വിശ്വാസിയാക്കണമേ. വലിയ ലീഡറൊന്നും ആയില്ലേലും എന്നെ ഒരു നിഷ്കളങ്ക വിശ്വാസിയാക്കണമേ. വെളിപ്പാട് പുസ്തകത്തിൽ ഈ ആശയം ഉൾക്കൊള്ളുന്ന ഒരു നിർദ്ദേശമാണ്, നിൻ്റെ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വന്നുകൊള്ളുക. ആദ്യ സ്നേഹത്തിലേക്ക്. പ്രൈസ് ഗോഡ്. ഈ ആദ്യ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? എനിക്കറിയാം. ആദ്യ സ്നേഹത്തിലേക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, അന്ന് വേദപുസ്തകം കയ്യിലുള്ള ദൈവമക്കളെന്ന് പറയുന്ന എല്ലാവരെയും എന്തൊരു സ്നേഹമെന്നറിയാമോ? ആരെ കണ്ടാലും സ്നേഹമാണ്. പ്രാർത്ഥിക്കുന്ന ഒരാളെ കണ്ടാൽ എന്തൊരു സ്നേഹമെന്നറിയാമോ? ഇന്ന് പ്രാർത്ഥിക്കുന്ന ഒരുത്തനെ കണ്ടാൽ എൻ്റെ ചാൻസ് കളയാൻ വന്നേക്കാന്ന് പറയുന്നത്. ഇവൻ വന്ന് കയറിയതുകൊണ്ട് എൻ്റെ ചാൻസ് പോവുക. മാറിപ്പോയി. അടിസ്ഥാനപരമായി ശരിയാകണം ദൈവമക്കളെ. ഞാനൊരു 21 ദിവസം ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യം ഞാൻ പറയും. നിങ്ങൾ സഹിച്ചേ പറ്റൂ. എന്തിനാണെന്നറിയാം? ഒരു രൂപാന്തരം വരണം. പ്രൈസ് ഗോഡ്. ഈ കാലഘട്ടവും അന്നത്തെ വ്യത്യാസം എന്താണെന്നറിയാമോ? ഇന്ന് കൂട്ടായ്മയ്ക്ക് വല്ല വിലയുണ്ടോ? ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ വീട്ടിലിരിക്കാൻ വല്ലവർക്കും വല്ല മടിയുമുണ്ടോ? ഇല്ല. കാരണം എന്നറിയാമോ? തിന്ന് അങ്ങ് ചെകിടിച്ചു പോയി. ആരാ പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ തീരുമാനിക്കും, ഇന്ന് ഇന്നാ പ്രസംഗിക്കാൻ പോകുന്നത്, പിന്നെ ഞാൻ പോകുന്നില്ല.
ഞാൻ രക്ഷിക്കപ്പെട്ട കാലത്ത് കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന്, അധികം പുറകിലോട്ടൊന്നുമില്ല, 73 കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ചേരാന്നൊരു വന്നിട്ട് കൂടെ മുട്ടുമുടക്കി പ്രാർത്ഥിക്കാൻ ഒരാളെ കിട്ടാൻ 7 കിലോമീറ്റർ പോകണം. ചേരാനൂർ സ്കൂളിൽ ഒരു മത്തായി സാറുണ്ടായിരുന്നു. ആ മത്തായി സാറിൻ്റെ വീട്ടിൽ ഇച്ചിരി നേരം കിട്ടിയ ഓടിച്ചെല്ലും. എന്തിനാണെന്നറിയാമോ? ഇച്ചിരി നേരം ഒന്ന് പ്രാർത്ഥിക്കാൻ. ഇവിടുത്തെ PNTയിലെ ജനറൽ മാനേജറായിരുന്ന അവറാച്ചൻ, TV എബ്രഹാം, അവറാച്ചൻ്റെ മദർ മരിച്ചുപോയി, കസ്റ്റംസിലെ കൊച്ചമ്മ. അവരന്ന് കരൂര് ദേശാഭിമാനി റോഡ്, ഈ അശോക റോഡിലാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് 1.5-2 മൈലോളം നടക്കണം, 2 കിലോമീറ്റർ നടക്കണം. ഓടിച്ചെല്ലും. എന്തിനാണെന്നറിയാമോ? ഇച്ചിരി നേരം ഇരുന്നൊന്ന് പ്രാർത്ഥിക്കാൻ ഒരാളെ കിട്ടാൻ. ആ ദാഹം ഇന്നും ഒരു പരിധിവരെ എനിക്കുണ്ട്. അല്പസമയം ഒരു കൂട്ടായ്മ കിട്ടിയാൽ നിങ്ങൾക്കുണ്ടാകണം, അത് നിങ്ങൾക്കുണ്ടാകണം. ഞങ്ങളൊരു ദിവസം കസ്റ്റംസിലെ കൊച്ചമ്മയുടെ അവിടെ ഇരുന്ന് അവരുടെ ഫ്രണ്ട് റൂമിലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമായിരുന്നു. കർത്താവേ, കൊച്ചമ്മയുടെ മരുമകൻ അവറാച്ചനെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവരണമേ. അവറാച്ചൻ ഇവാഞ്ചലിക്കലാണ്. ഞാൻ ഉറക്കെ പ്രാർത്ഥിച്ചു, അവറാച്ചാനെ കർത്താവേ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണമേ. ഞാൻ പ്രാർത്ഥിച്ചിരുന്നതിന് മുമ്പ് എന്തോ ഒരു സാധനം എൻ്റെ മുമ്പോട്ട് ചാടി വീണു. ഞാൻ കണ്ണൂർ നോക്കിയപ്പോൾ അവറാച്ചനാണ്. അടുത്ത മുറിയിൽ ഭാര്യയും പുള്ളിയും കൂടെ അകത്തിരിക്കുക. പ്രാർത്ഥന കേട്ടൊരു ചാടി വന്നിട്ട്, ഒരു കാര്യം പറഞ്ഞേക്കാം, എന്നെയും എൻ്റെ ഭാര്യയും കുറിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണ്ട. എന്നിട്ടൊരു കാര്യം കൂടെ പറഞ്ഞു, വല്ലതും കിട്ടുമെങ്കിൽ മേടിച്ചുകൊണ്ട് പൊക്കോണം. നേവൽ ബേസിലൊരു എഞ്ചിനീയറാണ് ഞാൻ. വല്ലതും കിട്ടുമെങ്കിൽ മേടിച്ചുകൊണ്ട് പൊക്കോണം. പുള്ളി അന്ന് മേടിക്കുന്ന ശമ്പളം എനിക്കന്നുണ്ട്. അന്ന് പുള്ളി മേടിക്കുന്നതിനേക്കാൾ ശമ്പളം എനിക്കുണ്ട്. എന്നോട് പറയുക, വല്ലതും കിട്ടുമെങ്കിൽ മേടിച്ചു. ഇപ്പം ജീവിച്ചിരിപ്പുണ്ട്, ചെന്ന് ചോദിച്ചാൽ പറയും ജീവിച്ചിരിപ്പുണ്ട് ആൾ, മേടിച്ചുകൊണ്ട് പൊക്കോണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തീരുമാനിക്കുന്നത് മനുഷ്യനല്ല, ഞാനാണ് തീരുമാനിക്കുന്നത്. ഫലമറിയാമോ? 3 വർഷം തികയുന്നതിന് മുമ്പ് അവറാച്ചനും ഭാര്യയും സ്നാനപ്പെട്ടു. ചർച്ച് ഓഫ് ഗോഡ് മാമംഗലത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു പുള്ളി. ഇന്നും വിശ്വാസത്തിലുണ്ട് ചർച്ച് ഓഫ് ഗോഡ് മാമംഗലത്ത്. കണ്ണുനീരോടെ വിതച്ചാൽ ആർപ്പോടെ കൊയ്യും. ഇന്ന് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെന്ന് വരും, നാളെ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെന്ന് വരും. എന്നാൽ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി തരാൻ കഴിവുള്ളൊരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ജീവിക്കുന്ന ഉദാഹരണങ്ങൾ അനവധിയുണ്ട്, ജീവനുള്ള ഉദാഹരണങ്ങൾ അനവധിയുണ്ട്. ഒരു കൂട്ടായ്മ ഉണ്ടെന്ന് കേൾക്കാൻ കാത്തിരിക്കുക, ഓടിച്ചെല്ലാൻ. ഇന്ന് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ അല്ലെങ്കിൽ എന്തിൻ്റെ കുറവുണ്ടായിട്ടാണ് വരാൻ മടി? മനസ്സില്ല. എന്തുകൊണ്ട് മനസ്സില്ല? ഇതിനൊന്നും വലിയ വിലയില്ല, ഇതിനൊന്നും വലിയ വിലയില്ല. ഇപ്പം ഞാൻ രാവിലെ 9:30 ഇവിടെ പ്രാർത്ഥന ഉണ്ടെന്ന് പറഞ്ഞു. എനിക്കറിയാം, ഞാൻ 9:30 വരികയാണെങ്കിൽ ആൾ വരും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഞാൻ 9:30 ഇവിടെ വരുന്നതിന് മുമ്പ് ഈ മെസ്സേജും വൈകിട്ടത്തെ മെസ്സേജും ഇതെല്ലാം പ്രസംഗിക്കാനായിട്ട് ഞാനിത് എനിക്ക് ഇതിൻ്റെ കാതലായ വിഷയം എനിക്ക് കൈകാര്യം ചെയ്യണം എന്നുള്ളവർ തന്നെ ഈ തീം എടുത്തത്. ഇപ്പോൾ 21 ദിവസവും ഈ വിഷയത്തെ ഏറ്റവും ശക്തമായി ജനത്തിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ട ഒരു ആലോചന അമേരിക്കയിൽ വെച്ച് എനിക്ക് കിട്ടിയതാണ്. ഇവിടെ വന്നിട്ട് പ്രൈസ് ഗോഡ് ദേശോട് ചോദിച്ചറിയാം. ഇന്നലെ ഞങ്ങൾ ഇവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞ് ആ മാത്യുവിൻ്റെ വീട്ടിൽ പോയി, ക്യാൻസറായി കിടക്കുന്ന മാത്യുവിൻ്റെ വീട്ടിൽ പോയി. അവിടെ നിന്ന് നേരെ ഏജഹോളി വന്നു. ഏജഹോളിൽ നിന്ന് മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും പോയപ്പോൾ മണി 10:30 അവിടെ നിന്ന് മുളന്തുരുത്തി പോയി. 24-ാം തീയതി വന്നിട്ട് ബേബിയുടെ മദർ മരിച്ചിട്ട് ഒരു പ്രാവശ്യം ഒന്ന് കയറാൻ പറ്റിയിട്ടില്ല അവിടെ. ഇന്നലെ അവിടെ പോയി. അഹോരാത്രം മഴയത്ത് അവിടെ നിന്ന് വണ്ടി വിട്ട് വീട്ടിൽ വന്നപ്പോൾ 1 മണിയായി. ഇന്ന് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റു. എന്നിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഞാനിനി 9:30 വരണോ? ഇവിടെ 9:30 ഞാൻ വരണോ? നിങ്ങൾക്ക് ഉത്തരവാദമുണ്ടെങ്കിൽ 9:30 ഇവിടെ നിന്ന് മുട്ടുമടക്കും. തമ്പിച്ചായൻ പറഞ്ഞു, ഞാൻ വന്നപ്പോൾ ഒരുത്തനുമില്ലെന്ന് പറഞ്ഞു. ഒരുത്തനുമില്ല. ദൈവമക്കളെ, നമ്മൾ ഒന്നിച്ചാൽ ദൈവസന്നിധിയിൽ നിൽക്കേണ്ടത്. ഏതായാലും ഒരു കാര്യം, ഫെയ്ത്ത് സിറ്റിയുടെ അംഗങ്ങളായിരിക്കുന്ന ആളുകൾക്ക് ഫെയ്ത്ത് സിറ്റിയുടെ പോളിസി അംഗീകരിച്ചേ പറ്റൂ. അതിന് മനസ്സില്ലെങ്കിൽ വെളിപ്പോണം, വേറെ താവളം അന്വേഷിക്കണം. കാരണം വില കൊടുത്ത് ദൈവം ഒരുക്കിയ ഒരു സഭയാണത്. ഇതിനുവേണ്ടി കൊടുത്ത വിലയെന്തെന്ന് കർത്താവിനെ അറിയാവൂ. ഞാൻ മാത്രമല്ല, നിങ്ങളും കൊടുത്തിട്ടുണ്ട്, സമ്മതിക്കുന്നു. പക്ഷേ ഉത്തരവാദം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നോട് ചോദിക്കത്തുള്ളൂ.
ഒരു സംശയവുമില്ല. വേദപുസ്തകം വ്യക്തമായി പറയുന്നു, എന്നോടേ കണക്ക് ചോദിക്കത്തുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിലെ സകലതിനും എന്നോട് കണക്ക് ചോദിക്കും, ഞങ്ങളോട് കണക്ക് ചോദിക്കും, ഞങ്ങളുടെ കുടുംബത്തോട് കണക്ക് ചോദിക്കും. ആ ഉത്തരവാദം നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഊണിലും ഉറക്കത്തിലും നിങ്ങളുടെ കാര്യമല്ലാതെ ഞങ്ങൾക്കൊരു കാര്യമില്ല. എന്നാലോചിക്കുക, എൻ്റെ 2 മക്കളും അമേരിക്കയിൽ, അവരുടെ കാര്യം ഞങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല, അവരന്വേഷിക്കാൻ പറ്റിയുമില്ല. വല്ലൊരു ഫോൺ ചെയ്താൽ ചെയ്തു, അത്രേ ഉള്ളൂ. നിങ്ങളുടെ ഫെയ്ത്ത് സിറ്റിയിലെ നിങ്ങളുടെ വിശ്വാസികളുടെ കാര്യമല്ലാതെ ഞങ്ങൾക്ക് വേറെ ഞങ്ങളുടെ ഒരു കാര്യവും നടക്കുന്നില്ല, നടത്താൻ ശ്രമിക്കുന്നുമില്ല, അതിന് കംപ്ലൈൻറ്റുമില്ല. ഞാൻ ഈ ഉപവാസത്തിൻ്റെ 3-ാം ദിവസം നിങ്ങളൊരു കാര്യം ഞാൻ പറഞ്ഞതാണ്. 24-ാം തീയതി വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഒറ്റ നേരെ കഞ്ഞി വെച്ചിട്ടുള്ളൂ, കൂട്ടാൻ വെച്ചുമില്ല. ചെറിയാൻ്റെ അവിടെ നിന്ന് കുറച്ച് കൂട്ടാൻ കൊണ്ടുവന്നുണ്ടായിരുന്നു, അതും കൂട്ടി ഞങ്ങൾ കഴിച്ചത്. ഒറ്റ നേരെ ഞങ്ങൾ കഞ്ഞി വെച്ചിട്ടുള്ളൂ വീട്ടിൽ. അരിയില്ലാഞ്ഞിട്ടാണോ? വിശപ്പില്ലാഞ്ഞിട്ടാണോ? നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ നന്ദിയും അതിൻ്റെ ഒരു സ്നേഹവും ഇല്ലെങ്കിൽ തമ്പുരാൻ ചോദിക്കും. ഒരു സംശയം. ഞങ്ങളുടെ കാര്യം നോക്കാനില്ലാഞ്ഞിട്ടല്ല. എൻ്റെ ഇൻകം ടാക്സിൻ്റെ ഒരു ചെക്ക്, അതിപ്പോൾ ഡേറ്റ് കഴിഞ്ഞൊന്നും അറിയത്തില്ല, അതൊന്ന് ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ വന്നതാണ്. കുറച്ച് കാശൊന്നുമില്ല, ഇൻകം ടാക്സിന് റീഫണ്ടാണ്. അതൊന്ന് ബാങ്കിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യാൻ എന്നെക്കൊണ്ട് കഴിഞ്ഞിട്ടില്ല. എൻ്റെ കാര്യം ഞാൻ പറയുക. എന്നിട്ട് ഒരുമാതിരി ലാരണ്ട് പറഞ്ഞ പോലെ അരിയും തിന്ന് എന്ന് പറഞ്ഞ പോലെ ആവരുത്. 9:30 പ്രാർത്ഥിക്കാൻ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ചോദിക്കും, നാളെ തൊട്ട് 9:30 ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ വരാം. ആരുമില്ലെങ്കിൽ പാസ്റ്ററെ ഞാൻ വരാമെന്ന് തീരുമാനിക്കുന്ന ഒരു കരം ഉയർത്തി ഹല്ലേലൂയ പറയാമോ? ഇത്രയും പേര് വന്നാൽ മതി, ഇത്രയും പേര് വന്നാൽ മതി. പ്രൈസ് ഗോഡ്. ഞാൻ നിങ്ങളോട് ഒന്നും ചോദിക്കുന്നില്ല, 10 രൂപ പോലും ചോദിക്കുന്നില്ല, ഒരു പൈസ ചോദിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം റെയ്മോൾ ആൻറ്റിയുടെ ഫ്യൂണറൽ കഴിഞ്ഞിട്ട് കാലത്ത് പച്ചവെള്ളം കുടിച്ചിട്ടില്ല, ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ സെമിത്തേരിയിൽ നിന്നൊന്നും കഴിക്കുകയില്ല. എന്നിട്ട് എനിക്ക് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഒരു ബണ്ണ് കടിച്ചു നോക്കി, പക്ഷെ ഇറക്കാൻ പറ്റുന്നില്ല. എന്താണ് കാര്യം? സെൻറ്റിമെൻറ്റ്സ്. തിരുവാണിയൂർ ദീനാമ്മ ഊണ് കഴിക്കാൻ വിളിച്ചു. ഞാൻ ശരി അവിടെ കഴിച്ചു പോയെന്ന് വിചാരിച്ചു. പക്ഷേ അവർ മാറിയുന്ന സ്ഥലവും ഞാൻ കണ്ട സ്ഥലവും മാറി. ഇറങ്ങാൻ വണ്ടി വിട്ടാൻ നേരത്തെ കണ്ടില്ല. അന്ന് മുഴുവനും ഒന്നും കഴിച്ചില്ല. ഞാൻ ഇത്ര പറയാനുള്ളൂ, എൻ്റെ കൂടെ നിൽക്കാൻ എത്ര പേരുണ്ട്? വ്യക്തിപരമായി ചോദിക്കുകയാണ്. നിങ്ങളൊന്നും എനിക്ക് തരണ്ട, ഭക്ഷണം തരണ്ട, ഒന്നും തരണ്ട. എൻ്റെ കൂടെ നിൽക്കാം, ഈ പട്ടണം പിടിക്കാൻ എൻ്റെ കൂടെ നിൽക്കാം മനസ്സുള്ളവർ കരം ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞാട്ട്. നിങ്ങളെ കൊണ്ട് ദൈവത്തിന് ചിലത് സാധിക്കും. ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം, ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം. പ്രൈസ് ഗോഡ്. നമുക്കിങ്ങനെ പോയാൽ പോരാ. അതുകൊണ്ടാണ് ഈ കേരളത്തിലെന്നല്ല ഭാരതത്തിലെന്നല്ല ഇതുപോലൊരു സഭയില്ലെന്ന്. ഞാൻ വേണമെങ്കിൽ ഒരു 10 ഉദാഹരണങ്ങൾ പറയാം. 10 ഉദാഹരണങ്ങൾ പറയാം. പുറത്തൊക്കെ ചിലർ കൾട്ടാന്നൊക്കെ പറയും. കൾട്ടിൻ്റെ ലക്ഷണമൊക്കെ എനിക്കും അറിയാം. ഒന്ന്, കൾട്ടിൻ്റെ ഒരു ലക്ഷണം, വേദപുസ്തകം കൂടാതെ ഒരു പുസ്തകവും കൂടെ കാണും. ആ പുസ്തകത്തിൽ നിന്നായിരിക്കും പഠിപ്പിക്കുന്നത്. കൾട്ടിന് അതുണ്ട്, എല്ലാ കൾട്ടുകൾക്കും അതുണ്ട്. 2, കൾട്ടിൻ്റെ നേതാവ് വേറെ ഒരു മനുഷ്യനെയും വളർത്തുകയില്ല. ഇവിടെ എൻ്റെ കൂടെയുള്ള പാസ്റ്റേഴ്സിന്, തമ്പിച്ചായനും എബ്രാം പാസ്റ്റർക്കും ബാബു പാസ്റ്ററിനും എൻ്റെ അതേ ലൈസൻസാണ് ഉള്ളത്. മൈ ഈക്വൽസ്. ഞാൻ റെക്കമെൻഡ് ചെയ്യാതെ കിട്ടത്തില്ല. അതിന് വിലയുണ്ടോയെന്നുള്ളത് എനിക്കറിയത്തില്ല. ഏതായാലും അമേരിക്കയിൽ നിന്ന് വരുന്നൊരു കടലാസിന് വിലയുണ്ടെന്നുള്ളത് രംഗത്ത് മനസ്സിലാവും. ഞാൻ എന്നെപ്പോലെ തന്നെ വളർത്താൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ഗോഡ്. ഒരു ദിവസം സുരേഷിനെ ബാംഗ്ലൂർ ഞാൻ ഒരു കൺവെൻഷന് വിട്ടു. അന്ന് സുരേഷ് ജീവിതത്തിൽ കൺവെൻഷൻ പ്രസംഗിച്ചിട്ടില്ല അല്ലേ? അവിടെ ചെന്നിട്ട് സകലത അറേഞ്ച് ചെയ്തു. സുരേഷ് പോയച്ചാൽ മതി, വചനം ദൈവം തരും. എനിക്ക് ഒരാളെങ്കിലും ഇന്ന് ഉയർത്താൻ സാധിച്ചാൽ അത് ഇന്ന് ചെയ്യണം, നാളേക്ക് ഞാൻ വയ്ക്കത്തില്ല. ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം. നമുക്ക് ഈ പട്ടണം പിടിക്കണം. ചത്തും ചതഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടരെ കൊണ്ട് നടക്കത്തില്ല. ഗിദെയോൻ പറഞ്ഞു, നക്കിക്കുടിച്ച 300 പേരെ കൊണ്ട് മിദ്യാന്യ പാളയം നമ്മൾ കീഴടക്കും. 32,000 പോയത്. മതി, മതി. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഞാൻ പറയുക, ഈ കൈവക്കിയവർ ഈ ഉപവാസ പ്രാർത്ഥന കഴിയുന്നത് വരെ
ഇവിടെ വന്ന് 9:30 വന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി സ്വർഗം തുറന്ന് വരുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും. ഞാൻ കണ്ടിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ മീറ്റിങ്ങിൽ ആവശ്യപ്പെടുന്നത് വേറെ ഒന്നുമല്ല. സുവിശേഷത്തിന് വേണ്ടി നമ്മൾ നിൽക്കണം. വചനമാണ്. സുവിശേഷത്തിന് വേണ്ടി ത്യജിക്കണം. സുവിശേഷത്തിന് വേണ്ടി ഭേദാഭേദങ്ങൾ വിവേചിക്കണം. സുവിശേഷത്തിന് വേണ്ടി തമ്മിൽ സ്നേഹിച്ച് ശിഷ്യന്മാരെന്ന് അറിയിക്കണം. മാറി നിന്ന് ക്രിട്ടിസൈസ് ചെയ്യരുത്. പ്രൈസ് ഗോഡ്. നമ്മൾ മാറി നിന്ന് ക്രിട്ടിസൈസ് ചെയ്യരുത്. തമ്മിൽ കറക്റ്റ് ചെയ്യാം. തമ്മിൽ സ്നേഹിച്ച് തമ്മിൽ വഹിച്ച് തമ്മിൽ കറക്റ്റ് ചെയ്ത് നമ്മൾ ഈ പട്ടണത്തിൽ തമ്മിൽ സ്നേഹിക്കുന്നത്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നതുകൊണ്ട് എൻ്റെ ശിഷ്യന്മാരെന്ന് അങ്ങനെ അറിയിച്ച് നമ്മൾ നിന്ന് നേടണം ഈ പട്ടണം. പ്രൈസ് ഗോഡ്. ഒരു വലിയ ചർച്ചയിൽ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലൊരു കാര്യം ഞാൻ പറയാം, കുറച്ച് പേരങ്ങ് തുനിഞ്ഞിറങ്ങിയാൽ ബാക്കിയുള്ളവർ കൂടെ വരും. നമ്മൾ കേട്ടല്ലോ, ശിഷ്യന്മാരിറങ്ങിയാൽ പുരുഷാരം ഉണ്ടാവും, തന്നെ ഉണ്ടാവും. പിന്നെ വിട്ടുപോകാതിരിക്കും വിറയിക്കട്ടെ. നമുക്ക് വേണ്ടത് ഈ പട്ടണം പിടിക്കണം. എറണാകുളം പട്ടണം, അതിൻ്റെ നമ്മളാലാവോളം നമ്മളുടെ 20 ലക്ഷം 40 ലക്ഷം മറ്റുണ്ട് ഇവിടെ. അതിൽ നിന്ന് 1 ലക്ഷം പോലും നമുക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഒരു 400 പേരെ ഈ ഉപവാസം കഴിയുമ്പം ഒരു 400 പേരെ ഈ പട്ടണത്തിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ആരാധിപ്പിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരു കരമുയർത്തി ഒരു സ്തോത്രം ചെയ്ത് ആരാധിച്ചാട്ട്. സിമ്പിൾ. ഇത്ര നമുക്ക് ഐഡിയ ഇത് സാധിക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ ഈ സെക്കൻഡ് സെഷൻ വച്ചിരിക്കുന്നത് മറ്റ് സെഷനിൽ പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ, ഇത് സാധാരണക്കാർക്ക് ദഹിക്കാത്ത കാര്യങ്ങൾ പറയാനാണ് ഈ സെക്ഷൻ വച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, സെക്കൻഡ് സെഷൻ കുറച്ചും കൂടെ ഹാർഷായിരിക്കും. ഫസ്റ്റ് സെഷനും ഹാർഷല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഹാർഷ് തന്നെ. വിഷയം ഇതായതുകൊണ്ട് ഹാർഷായിട്ടല്ലാതെ പറയാൻ പറ്റത്തില്ല. ആരെയും സൂചിപ്പിക്കാൻ പറ്റാത്തൊരു ഒരു ടോപ്പിക്കാണ് കിട്ടിയേക്കുന്നത്. കർത്താവ് എന്തുവാ. അപ്പോൾ അതുകൊണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഈ പറയുന്നതിനെല്ലാം ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. നമ്മൾ ഒന്നിച്ച് നിന്ന് നേടണം. ആരെയും പിണക്കാനോ ആരെയും പിരിക്കാനോ ആരെയും ഇൻസൾട്ട് ചെയ്യാനോ ആരെയും ഹർട്ട് ചെയ്യാനോ അല്ല ഞാൻ പറയുന്നത്. അങ്ങനത്തെ റിമോട്ടായിട്ടുള്ള ഉദ്ദേശം പോലും എൻ്റെ ഉള്ളിലില്ല. പക്ഷേ ഈ മീറ്റിങ്ങിൽ ഹാർഷായിട്ട് തന്നെ പറയും. അത് നിങ്ങൾ ഉൾക്കൊള്ളണം. എന്നിട്ട് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കണം. എന്നിട്ട് നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രവർത്തിക്കണം. വലിയൊരു പണിയാണ് നമ്മുടെ മുമ്പിലുള്ളത് കേട്ടോ. അത് ചെയ്യാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ഗോഡ്. ഒരു വേദഭാഗം വായിക്കാം. എസ്തറിൻ്റെ പുസ്തകം എസ്തർ 4-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മോർദെഖായി വസ്ത്രം കീറി രട്ടുടുത്ത് വെണ്ണീർ വാരി ഇട്ടുകൊണ്ട് പട്ടണത്തിന്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു. അവൻ രാജാവിന്റെ പടിവാതിലോളം വന്നു. എന്നാൽ രട്ടുടുത്തുകൊണ്ട് ആർക്കും രാജാവിന്റെ പടിവാതിലിനകത്ത് കടന്നുകൂടായിരുന്നു. മതി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി രട്ടുടുത്തു വെണ്ണീർ വാരിയിട്ടു. എന്നിട്ട് പട്ടണത്തിൻ്റെ നടുവിൽ ചെന്നു കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ എന്നാ സംഭവിച്ചെന്നറിയാമോ? 3-ാം അധ്യായം 13-ാം വാക്യം. ആധാർ മാസമായ 12-ാം മാസം, ആധാർ മാസമായ 12-ാം മാസം 13-ാം തീയതി തന്നെ 13-ാം തീയതി തന്നെ സകല യഹൂദന്മാരെയും ആബാലവൃത്തം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൂടെ നശിപ്പിച്ച് കൊന്നു മുടിക്കുകയും അവരുടെ വസ്തുവക കൊള്ളയിടുകയും ചെയ്യണമെന്ന് രാജാവിന്റെ സകല സംസ്ഥാനങ്ങളിലേക്കും അഞ്ചൽക്കാർ വശം എഴുത്തയച്ചു. അന്നത്തേക്ക് ഒരുങ്ങിയിരിക്കണമെന്ന് സകല ജാതികൾക്കും പരസ്യം ചെയ്യേണ്ടതിന് കൊടുത്ത തീർപ്പിന്റെ പകർപ്പ് ഓരോ സംസ്ഥാനത്തിലും പ്രസിദ്ധമാക്കി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എൻ്റെ ആദ്യം കാണിച്ച വാക്യം
അതിന് മുമ്പ് and the letters were sent by the post into all kings' provinces to destroy, to kill, and to cause to perish all Jews, both young and old, little children and women, in one day. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ആധാർ മാസമായ 12-ാം മാസം 13-ാം തീയതി തന്നെ, ഇൻ വൺ ഡേ. ഇനി ബാക്കി വല്ലവരും ഉണ്ടെങ്കിൽ തുടർന്ന് ഒരു 12 ദിവസവും കൂടെ പെരുമാറിക്കോണം. ലക്ഷ്യം ആധാർ മാസം 12-ാം മാസം 13-ാം തീയതി സകല യഹൂദന്മാരെയും ആബാലവൃദ്ധം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൂടെ നശിപ്പിച്ച് കൊന്ന് മുടിച്ച് അവരുടെ വസ്തുവകകൾ കൊള്ളയിടണമെന്ന് രാജാവിൻ്റെ കൽപ്പന. ഈ തീർപ്പ് പുറപ്പെട്ടപ്പോൾ ജീവൻ രക്ഷിക്കാൻ, സ്വന്തം ജീവൻ മാത്രമല്ല, കുഞ്ഞുകുട്ടികളെയും സ്ത്രീകളെയും കൂടെ, വീട്ടിലെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ, ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ, കുഞ്ഞുങ്ങളെയും കൂടെ മക്കളുടെ ജീവൻ രക്ഷിക്കാൻ യഹൂദന് അവകാശമില്ലാത്ത ഒരു കൽപ്പന. സ്വന്തം ജീവനെ രക്ഷിക്കാൻ നിങ്ങൾ മനസ്സിലാക്കണം. അഹശ്വേരോശ് രാജാവിൻ്റെ ഇന്ത്യ മുതൽ പ്രൈസ് ഗോഡ് ബാബിലോൺ വരെ പരന്നു കിടക്കുന്ന 127 സംസ്ഥാനങ്ങളിലും ഇവരെക്കുറിച്ചുള്ള യഹൂദനെക്കുറിച്ചുള്ള വിശദീകരണം എന്നാണെന്നറിയാമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 3-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. പിന്നെ ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട്, നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി ചിന്നിച്ചിതറിക്കിടക്കുന്നു. നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള 120 സംസ്ഥാനങ്ങൾ എടുത്താൽ ഈ 120 സംസ്ഥാനങ്ങളിലും ഇടയിൽ വെച്ച് ഒരു ജാതി ചിന്നി ചിതറിക്കിടക്കുന്നു. അവരെല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടേതിനോടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ളവരുടെ സകല ജാതികളുടെ ന്യായപ്രമാണങ്ങളോടും വ്യത്യാസപ്പെട്ട് കിടക്കുന്നു. പറയാമോ, എൻ്റെ പ്രാർത്ഥന ലോകത്തുള്ള പല ജാതികളുടെ പ്രാർത്ഥനയേക്കാൾ വ്യത്യസ്തപ്പെട്ട പ്രാർത്ഥനയാണെന്ന് പറയാൻ എത്ര പേർക്ക് സാധിക്കും? മാസ്റ്റർ എന്ന് പറഞ്ഞു പറ്റുമോ? ശരിയാണോ? പെന്തിക്കോസ്തുകാരൻ്റെ പ്രാർത്ഥന ലോകത്തിലെ സകലവരൻ്റെ പ്രാർത്ഥനയെക്കാളും വ്യത്യസ്തപ്പെട്ട് കിടക്കുകയാണ്. പെന്തിക്കോസ്തുകാരൻ്റെ ആരാധന ലോകത്തുള്ള സകല ജാതികളുടെ ആരാധനയിൽ നിന്ന് വ്യത്യസ്തമാണ്. പെന്തിക്കോസ്തുകാരൻ്റെ ഉപവാസം ലോകത്തുള്ള സകല നോയിമ്പിനേക്കാളും ഉപവാസത്തെക്കാളും വ്യത്യസ്തമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. അതെന്തിനാണെന്നറിയാമോ? നിങ്ങൾ ലോകത്തിൻ്റെ കൂത്തുകാഴ്ചയായി തീരുവാൻ, ലോകത്തിൻ്റെ അഴുക്കായി തീരുവാൻ നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് യാഗം കഴിക്കുന്നുവെന്ന ഒരു ദിവസം വരുമ്പോൾ നിന്റെ ആരാധന വ്യത്യസ്തമായെന്നത് മാത്രമാ കൊല്ലാൻ പോകുന്നത്. ദിവസം വരും. നിങ്ങളുടെ ആരാധനയും പ്രാർത്ഥനയും വ്യത്യാസമായതുകൊണ്ട് മാത്രം നിങ്ങളെ കൊല്ലുന്നവർ തങ്ങളുടെ ദൈവത്തിന് യാഗം കഴിക്കുന്നു എന്നുള്ള ചിന്തിക്കുന്ന നാൾ വരുന്നു. ഒരു ജാതി അവരുടെ ന്യായപ്രമാണം വ്യത്യസ്തമാണ്. ഇന്ന് നമ്മൾ പകൽ കേട്ടത് ഇത്രയേ ഉള്ളൂ. ആ വ്യത്യസ്തമായ ഒരു കൂട്ടത്തിലേക്ക് മാറി നിൽക്കാനാണ് ദൈവ പൈതലേ നിന്നെ വിളിച്ചത്, എന്നെ വിളിച്ചത്. അതിന് പകരം പ്രൈസ് ഗോഡ്, ഞാൻ ഞായറാഴ്ച മാത്രം വ്യത്യസ്തനായി ബാക്കി 6 ദിവസവും അവരോട് ഏട്ടകലർന്ന് അവർ ചെയ്യുന്നത് ചെയ്ത്, അവർ കുടിക്കുന്നത് കുടിച്ച്, അവർ കഴിക്കുന്നത് കഴിച്ച്, അവരുടുക്കുന്നത് ഉടുത്ത്, അവർ നടക്കുന്നത് പോലെ നടക്കാനല്ല എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. നമ്മൾ വ്യത്യസ്തരാണ്. വി ആർ ഡിഫറൻറ്റ്. അതിനെന്തൊരുന്നറിയാമോ? അനുഗ്രഹമുണ്ട്. ഇവിടെ വച്ചും വരുവാനുള്ള ലാഭത്തിൽ കഷ്ടത വരുന്ന സമയങ്ങളുണ്ട്. അന്നേരം നമുക്ക് നോക്കാം. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, തീർത്ത് പറയുക. വയസ്സായി, കണ്ണും കാണാൻ വയ്യാതെ വടിയും കുത്തി കുറേ നാൾ നടന്നു. പിന്നെ കുറേ നാൾ വടി ചാരി വെച്ച് ഇരുന്ന് കഴിച്ചു കൂട്ടി. വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പം കിടന്ന് കഴിച്ചു കൂട്ടി. ഒടുക്ക ബെഡ് സോറും വന്ന്
മക്കളും കൊച്ചുമക്കളും ഒക്കെ നാറ്റം എന്നിട്ട് അകത്ത് കയറാൻ വയ്യാതെ ആയിട്ട് അങ്ങോട്ട് തിരിച്ചു കിടത്താൻ പോലും ഒരാളില്ല, ഇങ്ങോട്ട് തിരിച്ചു കിടത്താൻ പോലും ഒരാളില്ല. വല്ലോണമെന്ന് ജീവൻ പോയി കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച് നാളുകൾ നരകിച്ച് ചാകുന്നതിനേക്കാൾ വഴിയിലോട്ട് ഇറങ്ങി ഇൻഷുറൻസ് ഇല്ലാത്ത KSRTC വണ്ടിയുടെ അടിയിലോട്ട് പോയി, അല്ലെങ്കിൽ പ്രൈസ് ഗോഡ് പാണ്ടിലോറി വന്നൊരു ഇടി ഇടിച്ചു, പ്രൈസ് ഗോഡ് അങ്ങനെ ചത്തു വീഴുന്നതിനേക്കാൾ പ്രൈസ് ഗോഡ് മഴ പെയ്ത് വെള്ളം കുത്തി കലങ്ങി വന്നപ്പം അതിൽ കൂടെ കയറിയ അണുക്കൾ ചോറിലും കറിയിലും കയറിയിട്ട് അത് തിന്നത് വയറ്റിളക്കം പിടിച്ച് ചാകുന്നതിനേക്കാൾ ശ്രേഷ്ഠമല്ലേ യേശുവിന് വേണ്ടി മരിക്കാൻ അവസരം കിട്ടിയാൽ അത് ശ്രേഷ്ഠമാണെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി സ്തോത്രം ചെയ്യാം. ദൈവത്തിന് വേണ്ടി യേശുവിന് വേണ്ടി മരിക്കാൻ ശ്രേഷ്ഠമാണ്. വയറ്റിളക്കം പിടിച്ചതിന് പ്രതിഫലം കിട്ടുമോ? വണ്ടി ഇടിച്ചതിന് പ്രതിഫലം കിട്ടുമോ? വയസ്സായിച്ചതിന് പ്രതിഫലം കിട്ടുമോ? കിട്ടുകയല്ല. എന്നാൽ യേശുവിന് വേണ്ടി മരിച്ചാൽ വാടാത്ത കിരീടം. പൗലോസ് പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, എനിക്ക് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ആ ഉറപ്പുണ്ട്, ഞാൻ കിരീടം പ്രാപിക്കും, വാടാത്ത കിരീടം പ്രാപിക്കും. പ്രൈസ് ഗോഡ്. ഇത് പറയുമ്പോൾ അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനമെന്ന് പറയുന്നത്, പ്രൈസ് എന്ന് പറയുന്നത്, അത്ലറ്റിക് പ്രൈസ് എന്ന് പറയുന്നത്, പ്രൈസ് ഗോഡ്, മാരത്തോൺ ഓട്ടം ഓടി ആയിരങ്ങളുടെ മധ്യ ജയിച്ചു വരുന്ന ഒരുവൻ്റെ തലയിലേക്ക് വെച്ച് കൊടുക്കുന്നത്, പ്രൈസ് ഗോഡ്, ഒലിവ് മരത്തിൻ്റെ കൊമ്പെടുത്ത് വളച്ചുണ്ടാക്കിയ ഒരു ക്രൗണാണ്. അത് വാടിപ്പോവും. റോമൻ ചക്രവർത്തി നിന്റെ തലയിൽ എടുത്തു വെച്ച് തന്നാലും, ഗ്രീക്ക് രാജാവ് നിന്റെ തലയിൽ എടുത്തു വെച്ച് തന്നാലും അത് വാടിപ്പോകും. എന്നാൽ വാട്ടമില്ലാത്ത തേജസ്സിൻ്റെ കിരീടം നിന്റെ തലയിൽ മഹാദൈവം, അവൻ ശക്തനായ ദൈവം വയ്ക്കുന്ന ഒരു അനുഭവത്തിന് വേണ്ടിയാണ് നമ്മൾ ഓടുന്നത്. ചത്ത് വീണാലും ഇതിനകത്ത് സമ്മാനമുണ്ട്, ചത്ത് വീണാലും സമ്മാനമുണ്ട്. ഓട്ടി മുമ്പിൽ, ഓട്ടം ഓടി മുമ്പിൽ എത്തുന്നവനെയല്ല കർത്താവ് നോക്കുന്നത്, ഓട്ടം തികയ്ക്കുന്നവനെയാണ്. ഒരുറപ്പുണ്ടോ? ഞാൻ എൻ്റെ ഓട്ടം തികയ്ക്കുമെന്ന്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഞാൻ എൻ്റെ ഓട്ടം തികയ്ക്കും. നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം, വല്ലഭൻ്റെ നല്ല പാത പിന്തുടർന്നിടാം. നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം, വല്ലഭൻ്റെ പിന്തുടർന്നിടാം. ഭാരം പാപം ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓട്ടമോടുവാൻ അനേകർ മുൻവന്നെങ്കിലോ, ലോത്തിൻ ഭാര്യ പോലെ പിന്നിൽ നോക്കി നിന്നുപോയി. ഓട്ടമോടുവാൻ അനേകർ മുൻവന്നെങ്കിലോ, ലോത്തിൻ ഭാര്യ പോലെ പിന്നിൽ നോക്കി നിന്നുപോയി. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓട്ടക്കളത്തിലോടുവാൻ അനേകൻ മാത്രമല്ലയോ, ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലോ, ബിരുദു പ്രാപിക്കുന്നോനേകൻ മാത്രമല്ലയോ. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ആശയിച്ചയൊക്കെ അടക്കിയോടുകിൽ ആശ വച്ച പന്തയപ്പൊരുൾ ലഭിച്ചിടും. ആശയിച്ച പൊരുൾ ലഭിച്ചിടും. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി
നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ആശയിച്ചയൊക്കവേ അടക്കിയോടുകിൽ ആശ വച്ച പന്തയപ്പൊരുൾ ലഭിച്ചിടും. ആശയിച്ച ഒക്കവേ അടക്കിയോടുകിൽ ആശ വച്ച പന്തയപ്പൊരുൾ ലഭിച്ചിടും. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. അപ്പൊ ഭാരവും പാപവും ഒക്കെ ഒന്ന് തള്ളിയിട്ട് നേരെ ഓടി നമ്മുടെ ഓട്ടം കഴിക്കാം. ഓട്ടക്കളത്തിൽ ഓടുന്ന അനേകർ വന്നെങ്കിൽ ഒളിമ്പിക്കിൽ ഓടുമ്പം ഒരുത്തനെ സമ്മാനം കിട്ടത്തുള്ളൂ. പക്ഷെ നമ്മുടെ കർത്താവിൻ്റെ മാനദണ്ഡം എന്നാണെന്നറിയാമോ? ഓടി തികയ്ക്കുന്നവനെല്ലാം സമ്മാനം. എനിക്ക് നിനക്കും ആ പ്രതിഫലം വിഭാഗിക്കുന്ന നാളിൽ ഒരു കിരീടമുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ കരമുയർത്തി സ്തോത്രം ചെയ്യാം. ദൈവം നമുക്ക് തരുമാറാകട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പം ദൈവത്തിന് സ്തോത്രം. ഒരു ജാതി അവരുടെ ന്യായപ്രമാണം, അവരുടെ പ്രാർത്ഥന, അവരുടെ ആരാധന ഇതെല്ലാം വ്യത്യസ്തമായി കിടക്കുന്നു. ദാനിയേലിനെ കുറിച്ച് എന്നാ പറഞ്ഞ്? ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം. പ്രൈസ് ഗോഡ്. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 4-ാം വാക്യം. ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപതിമാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. ദാനിയേലിന് വിരോധമായിട്ട് കാരണം കണ്ടെത്താൻ അന്വേഷിച്ചു. എന്നിട്ട് എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. യാതൊരു കാരണവും ഒരു കുറ്റവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. നിങ്ങൾ മനസ്സിലാക്കിയോ? അവിടെ ഒരു ഞാൻ പിന്നെ ഗവൺമെൻറ്റാ ഒരു ഗസറ്റഡ് ഓഫീസറെ പിടിച്ചു വിടണമെങ്കിൽ എൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ഒരിക്കൽ പറഞ്ഞു, ഇത്രയും പോലും കടലാസ് എഴുതി ഉണ്ടാക്കിയാലേ ഒരു ഗസറ്റഡ് ഓഫീസർ പിടിച്ചിടാൻ പറ്റുള്ളൂ. ഒരു പ്രൈവറ്റ് കമ്പനിയിൽ മാനേജിങ് ഡയറക്ടർ നാളെ തൊട്ട് വരണ്ടെന്ന് പറഞ്ഞാൽ തീർന്നു. അവിടെ ഒന്നും നടക്കത്തില്ല. തൊഴിലാളിക്ക് പറ്റും, പക്ഷേ മാനേജ്മെൻറ്റ്, സീനിയർ മാനേജ്മെൻറ്റ് സ്റ്റാഫിലുള്ളവരോട് രാവിലെ വന്നിട്ട് ഉച്ചയ്ക്ക് പിരിച്ചു വിടുന്നുണ്ടല്ലേ, ഉച്ചയ്ക്ക് പിരിച്ചു വിടും. അങ്ങനെയുള്ള സ്ഥലത്ത് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, തൻ്റെ ഇടത്തോടെ നിൽക്കാൻ ദാനിയേൽ, പ്രൈസ് ഗോഡ്, ഒരു കുറ്റവും കണ്ടെത്തിയില്ല. വേറെ ഒരു കുറ്റവും കണ്ടെത്തിയില്ല. അതിൻ്റെ ഗുണം എന്നാണെന്നറിയാമോ? ക്യാഷ് ലീവിന് വരെ ഞാൻ ആദ്യമായിട്ട് കേൾക്കി ക്യാഷ് ലീവിന് കാശ് കിട്ടുന്നത്. മനസ്സിലായി? നമ്മളെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, കീറി കീറി പരിശോധിച്ചാലും ഒരൊറ്റ കുഴപ്പവും ഒരൊറ്റ കുറ്റവും കണ്ടെത്താൻ കഴിയാത്ത ഒരു വിശുദ്ധ ജീവിതത്തിന് നമ്മൾ ഉടമകളാണെന്ന് മനസ്സിലാക്കി ഒരു സ്തോത്രം ചെയ്യാമോ? ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. രാജകീയ ന്യായ പ്രമാണമായിരിക്കുന്ന പുതിയ നിയമവും പഴയ നിയമം അടങ്ങിയിരിക്കുന്ന വേദപുസ്തകം അനുസരിക്കാനുള്ള മനസ്സുണ്ടായാൽ മതി. നിന്നൊരു കുറ്റവും കണ്ടെത്താൻ പറ്റത്തില്ല. ആര് പറഞ്ഞ അനുസരിക്കേട് കാണിച്ചോ? വേദപുസ്തകം അനുസരിക്കുകയാണെങ്കിൽ നിന്നിൽ ഒരു കുറ്റവും കണ്ടെത്താൻ കഴിയത്തില്ല. പറ്റും നിന്റെ ന്യായപ്രമാണം സംബന്ധിച്ച്. പക്ഷെ എന്തു പറ്റി? ദാനിയേലിനെ ചരിത്രം നമുക്കറിയാം, സിംഹക്കുഴിയിലിട്ടു. പക്ഷേ സിംഹങ്ങളുടെ വായടച്ച് ദാനിയേലിനെ വെളിയിൽ കൊണ്ടുവന്നു. അടുത്തത് വായിക്കുന്ന ഇങ്ങനെയാണ്: ദാനിയേലിനെതിരായി കുറ്റം ചുമത്തിയവരെ അവരുടെ ഭാര്യമാരെ മക്കളോടും കൂടെ കൊണ്ടുവന്നു ഗുഹയിലേക്ക് ഇട്ടുകളഞ്ഞു. അവർ താഴെ എത്തും മുമ്പേ സിംഹങ്ങൾ അവരെ പിടിച്ച് അവരുടെ അസ്ഥികളെല്ലാം തകർത്ത് കളഞ്ഞു. സിംഹത്തിന് വിശപ്പില്ലാഞ്ഞിട്ടല്ല, തൻ്റെ ദൂതനെ അയച്ചു വായടച്ചു കളഞ്ഞു. നീ ഞാനും കർത്താവിന് വേണ്ടി നിന്നാൽ, സുവിശേഷത്തിന് വേണ്ടി നിന്നാൽ, വചനത്തിന് വേണ്ടി നിന്നാൽ, നിന്നെ വിഴുങ്ങുവാൻ നിൽക്കുന്ന സിംഹങ്ങൾ, നിന്റെ തലമുറയെ വിഴുങ്ങുവാൻ നിൽക്കുന്ന സിംഹങ്ങൾ, നിന്റെ ആരോഗ്യം നശിപ്പിക്കാൻ വരുന്ന സിംഹങ്ങൾ, നിന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ വരുന്ന സിംഹങ്ങൾ വായ വളർത്തി ഗർജിക്കുകയല്ലാതെ യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ നിന്റെ കൂടെ ഉള്ളിടത്തോളം കാലം നിന്നെ അതിനെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. എന്തൊരു ഉറപ്പായാലും ഇത്രയും വലിയ ഇൻഷുറൻസ് വേറെ ഉണ്ടോ? ഇല്ല. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം കൂടെ പറയാം കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ആരെങ്കിലും ദൈവസന്നിധിയിൽ രക്തസാക്ഷിയാകാൻ ആഗ്രഹം ദൈവം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവനെ നേരത്തെ ധരിപ്പിക്കും. അന്നേരം വേണമെങ്കിൽ എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ മതി, ആക്കുകയല്ല. സത്യം പറയുന്നത്, ആരെങ്കിലും രക്തസാക്ഷിയാക്കാൻ ദൈവത്തിന് ഉദ്ദേശമുണ്ടെങ്കിൽ വളരെ നേരത്തെ തന്നെ അതിൻ്റെ ഇത് കൊടുക്കും. ഞാൻ വിശ്വസിക്കുന്നത് രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കിട്ടും. നിന്നെ ഞാൻ വ്യത്യസ്ത വിളി കൊണ്ടാണ് വിളിച്ചിരിക്കുന്നത്.
മാത്രമല്ല ഓരോ ദിവസം കഴിയുന്തോറും അതങ്ങ് ഉറപ്പിച്ച് ഒടുവിൽ നീ അത് ഏറ്റെടുക്കാൻ അങ്ങ് പക്വതയും പ്രാപ്തിയും വന്നു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തന്ന് നിന്നെ അങ്ങോട്ട് ബലപ്പെടുത്തിയിട്ട് വാളിൻ്റെ മുമ്പിൽ, വെടിയുണ്ടയ്ക്ക് മുമ്പിൽ ചങ്കും കഴുത്തും കാണിച്ചു കൊടുക്കേണ്ടി വന്നാൽ നമ്മൾ കേട്ടതുപോലെ അതിനുവേണ്ടി നിർത്താൻ കഴിയുന്ന ഒരു മഹാദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. എനിക്കൊരു വിശ്വാസമുണ്ട്, ഇവിടെ ചത്തു വീണേണ്ടി വന്നാലും ഇവിടെ എൻ്റെ ജീവിതം അവസാനിക്കത്തില്ല. ഞാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന മുഖാന്തരമായി അത് മാറത്തേ ഉള്ളൂ. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഭയം ഉള്ളിൽ കൊണ്ടുവരുന്ന ദുഷ്ടാത്മശക്തികളെ, ദുഷ്ടപിശാചിനെ, സംശയം ഉള്ളിൽ കൊണ്ടുവരുന്ന ദുഷ്ടപിശാചിനെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. പ്രൈസ് ഗോഡ്. ഇന്ന് ഒരു ക്ലാസ് ഇവിടെ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നതാണ്. ഞാൻ സീനിയോട് പറഞ്ഞിട്ടുണ്ട്, സാധാരണ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ക്വസ്റ്റ്യങ്ങൾ, FAQ, ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. അതിലൊരു ക്വസ്റ്റ്യനാണ്, ഇത്ര സ്നേഹമുണ്ടെങ്കിൽ രക്തസാക്ഷിയാകാൻ പറ്റുമോ? നിങ്ങൾ ചോദിച്ചെന്നിരിക്കും. ഈ ചിലർ ഈ മുട്ടായുക്തി പറയും. പണ്ടൊരു ഉപദേശി പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പം വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വസിച്ച പറഞ്ഞു മരിച്ചവരെ ഉയർപ്പിക്കും. ഒരാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെന്ന് ചോദിച്ചു, എടോ തന്നെ പ്രസംഗിച്ച് മരിച്ചവരെ ഉയർപ്പിക്കുമെന്ന്, തനിക്ക് മരിച്ചവരെ ഉയർപ്പിക്കാമെന്ന് ചോദിച്ചു. എന്തോ ചെയ്യും? മരിച്ചവരെ ഉയർപ്പിച്ച് കാണിക്കാമെന്ന് ചോദിച്ചു. എന്തോ പറയും? ഉപദേശി വിട്ടില്ല. ഉപദേശി പറഞ്ഞു, ഇപ്പം കൊണ്ടാവും ഉയർപ്പിക്കാമെന്ന് പറഞ്ഞു. നാളെ പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളോട് ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്. ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും. നിങ്ങൾ ഈ വർത്താനൊക്കെ പറയുന്നുണ്ടല്ലോ, രക്തസാക്ഷി ആകേണ്ടി വന്നാൽ ഓടുമോ നിൽക്കുമോ? എന്തോ മറുപടി പറയും? ഓടുമെന്ന് പറഞ്ഞാൽ പറഞ്ഞത് മുഴുവൻ പോയി. നിൽക്കുമെന്ന് പറഞ്ഞാൽ ഇവൻ നമ്മളെ കൊല്ലാനാ വന്നേക്കുന്നെങ്കിലോ, കത്തി കയറ്റാനാ വന്നേക്കണമെന്ന് വിചാരിച്ചു. എന്തോ ചെയ്യും? ഞാൻ ആൻസർ പറഞ്ഞുതരാം. വേറെ ഒന്നും ചിന്തിക്കേണ്ട. സത്യവും അതാണ്. നിങ്ങളൊരൊറ്റ കാര്യം പറഞ്ഞാൽ മതി, രക്തസാക്ഷിയാകാൻ അവസരം കിട്ടിയാൽ എനിക്ക് കൃപ കിട്ടിയ ഞാൻ നിൽക്കും. അത് പറയാൻ കുഴപ്പമുണ്ടോ? അതാ സത്യവും. നിങ്ങൾക്കറിയാമോ, ഈ വീരശൂര പരാക്രമിയായിട്ടുള്ള വ്യക്തികളുടെ ഉള്ളിലോട്ട് ഭീതി കയറിയാൽ ഒരു കൊച്ചു വിഷയം മതി അവർ വിഷമിക്കുന്നത് കാണാൻ പറ്റും. ഞാൻ ആളെ പറയുന്നില്ല. 1998 ഞാൻ തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ അന്ന് സർവീസിലിരിക്കുന്ന ഒരു DYSP എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, ബേബി സാറേ, സന്ധ്യയായി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഭീതിയാണ്. എന്നോട് പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. പുറത്തിറങ്ങാൻ പേടിയാണ്. DYSPക്ക് പുറത്തിറങ്ങാൻ പേടിയാണെന്ന് ആലോചിച്ച് നോക്കി. ഈ പറഞ്ഞ ധൈര്യമൊക്കെ പോകും. ഉള്ളിലോട്ട് കയറിയാലുണ്ടല്ലോ പോക്ക. ഒരു ചെറിയ വിഷയത്തിൽ കയറിയാൽ മതി, കൈയുടെ ഒരു ഇത്രയും മുറിഞ്ഞാൽ മതി. എൻ്റെ ദൈവമേ, ഞാൻ ചാകാനുള്ളതാണ് ഈ വന്നേക്കുന്നത് തോന്നിയാൽ മതി, നീ തന്നെ ചാകും, കൊല്ലണ്ട. ഭീതി കയറും. വലിയ പുള്ളികളായിട്ടിരിക്കുന്നതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഒരു ഭീതി അങ്ങ് വന്നാലുണ്ടല്ലോ. ഞാൻ കണ്ടിട്ടുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്, പോലീസ് ഓഫീസേഴ്സിനെ കണ്ടിട്ടുണ്ട്, നേവൽ ഓഫീസേഴ്സിനെ കണ്ടിട്ടുണ്ട്, ഭീതി കയറിയവർ. ഈ തേവരയിലൊരു വീട്, പ്രൈസ് ഗോഡ്, പോർട്രസ്റ്റിലൊരു സീനിയർ ഓഫീസറാണ്. ഒരു ദിവസം ഞാൻ കോട്ടയത്തുനിന്ന് വരിക, അന്ന് കാറില്ല, ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുക. ഞാൻ ഓട്ടോറിക്ഷയ്ക്ക് ഇരുന്ന് ഓട്ടോറിക്ഷ കുറച്ചങ്ങോട്ട് നീക്കിയപ്പം ഓട്ടോറിക്ഷ ഒരുപാട് സ്പീഡ് എടുത്ത സമയത്ത് ഒരുത്തൻ ഓടി വന്ന് ചാടി ഓട്ടോറിക്ഷയിലോട്ട് കയറി. ഞാൻ പേടിച്ചു പോയി. എന്താ ചെയ്യാൻ പറ്റും? എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ എന്താന്ന് ചോദിച്ചു. ഏയ് സാറേ, ഞാൻ ആരാന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയാവുന്ന ആളാണ് എൻ്റെ അടുത്ത് ഇരുന്നിട്ട് എന്നോട് പറയുകയാണ്, സന്ധ്യയ്ക്ക് മുമ്പ് വീട്ടിൽ ചെന്നില്ലെങ്കിൽ പ്രശ്നമാവും. എന്നാന്നറിയാമോ? അവർക്ക് സന്ധ്യ കഴിഞ്ഞാൽ അപ്പനും അമ്മയ്ക്കും പ്രീ ഡിഗ്രിക്കും BScക്കും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന 3 മക്കൾക്കും ഒറ്റയ്ക്ക് ഒരു മുറിയിൽ നിന്ന് വേറൊരു മുറിയിലോട്ട് പോകാൻ പേടി. ഒരു മുറിയിൽ നിന്ന് ഒരു മുറിയിലേക്ക് പോകാൻ പേടി. പ്രൈസ് ഗോഡ്. സന്ധ്യ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഫ്രണ്ട് റൂമിലിരിക്കും. TV ഉണ്ട്, പക്ഷെ ഓൺ ചെയ്യത്തില്ല. ഉള്ളു മുഴുവൻ പേടിയാണ്. ഭക്ഷണം കഴിക്കാറാകുമ്പോൾ എല്ലാവരും കോൺവോയ് ആയിട്ട് അടുക്കളയിലോട്ട് പോകും. എല്ലാവരും വിളമ്പിക്കഴിഞ്ഞാൽ കോൺവോയ് ആയിട്ട് ഡൈനിങ് ഹാളിൽ ഒന്ന് കഴിക്കും. കഴിച്ച് കൈ കഴുകിക്കഴിഞ്ഞാൽ കോൺവോയ് ആയിട്ട് ഒരു മുറിയിലോട്ട് കയറി അപ്പനും മക്കളും എല്ലാം കൂടെ കിടക്കുക. 5 മുറി ഉണ്ടാവും വീട്ടിൽ. കേവലല്ല, ഒന്ന് വന്ന് പ്രാർത്ഥിക്കണം. കമാൻഡർ തോമസ് മാത്യു, നമ്മുടെ ഷൈമയുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് കമാൻഡർ തോമസ് മാത്യു, ഞാനും കൂടെ ചെന്നു ആ വീട്ടിൽ.
ഒരു ദിവസം 1 മണിക്കൂർ 7 തൊട്ട് 8 വരെ സന്ധ്യയ്ക്ക് ചെന്നു. പ്രൈസ് ഗോഡ്. പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചു, ഇപ്പോൾ ധൈര്യമായെന്ന് ചോദിച്ചു. ധൈര്യമായെന്ന്. എന്നാൽ മുറ്റത്തോടെ ഇറങ്ങി വീടിൻ്റെ ഒന്ന് കറങ്ങീച്ചും പറഞ്ഞു അപ്പനോട്. അപ്പം കറങ്ങീച്ചും വന്നു. മോനോട് പറഞ്ഞു. മോനും കറങ്ങീച്ചും വന്നു. അവിടുത്തെ കൊച്ചിനെ വരെ വീട്ടിന് പുറത്ത് രാത്രി 8-9 മണിക്ക് കറങ്ങി അടിച്ചകത്ത് പേടിപ്പോയെന്ന് പറഞ്ഞു. നിന്റെ ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് ഭീതി പോകും, ഭയം പോകും. നമ്മൾ പ്രാർത്ഥിച്ചാൽ ചിലത് നടക്കും. നമ്മുടെ പ്രാർത്ഥന വ്യത്യസ്തമാണ്, നമ്മുടെ ആരാധന വ്യത്യസ്തമാണ്, നമ്മുടെ പ്രൈസ് സ്തോത്രം വ്യത്യസ്തമാണ്, നമ്മുടെ വേദപുസ്തകത്തിന്റെ പഠനം വ്യത്യസ്തമാണ്. ഇറ്റ് ഈസ് ഡിഫറൻറ്റ്, ഒരു സംശയവുമില്ല. പ്രൈസ് ഗോഡ്. എടാ, ഡോക്ടർമാർ ഗ്യാരണ്ടി പറയാത്ത കാര്യത്തിന് നമുക്ക് ഗ്യാരണ്ടി പറയാം. കോടതി പറയാത്ത കാര്യത്തിന് നമുക്ക് ഗ്യാരണ്ടി പറയാം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. സയന്റിസ്റ്റുകൾ പറയാത്ത കാര്യത്തിന് നമുക്ക് ഗ്യാരണ്ടി പറയാം. കാരണം നമ്മൾ വ്യത്യസ്തരാണ്. പ്രൈസ് ഗോഡ്. ഒരു ജാതി ചിന്നിച്ചെതറിക്കിടക്കുന്നു. അവരുടെ ന്യായപ്രമാണം വ്യത്യസ്തമാണ്. അവരെ ഇങ്ങനെ വിടുന്നത് രാജാവിന്. ആ വാക്യം വായിച്ച എസ്തർ, വാക്യം പറഞ്ഞു വായിക്കും. 3:8. പിന്നെ ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട്, നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി ചിന്നിച്ചിതറിക്കിടക്കുന്നു. അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടേതിനോടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അവർ രാജാവിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നതുമില്ല. അതുകൊണ്ട് അവരെ അങ്ങനെ വിടുന്നത് രാജാവിന് യോഗ്യമല്ല. രാജാവ് മുദ്ര കൈ കൊടുത്തിട്ട് പറഞ്ഞു, നീ എന്ത് വേണം ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ആ തീർപ്പ് പുറപ്പെടുവിച്ചത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെ ആ തീർപ്പ് പുറപ്പെടുവിച്ചെന്നറിഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി, രട്ടുടുത്തു, വെണ്ണീർ വാരി തലയിലിട്ടു, പട്ടണവാതിൽക്കലും ചെന്നു കൈപ്പോടെ അത്തിച്ചൊത്തി കരഞ്ഞു. പക്ഷേ അടുത്ത വാക്ക് എഴുതിയിരിക്കുന്നു 4:2. അവൻ രാജാവിന്റെ പടിവാതിൽക്കോളം വന്നു. എന്നാൽ രട്ടെടുത്തുകൊണ്ട് ആർക്കും രാജാവിന്റെ പടിവാതിലിനകത്ത് കടന്നുകൂടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, പരാതി ബോധിപ്പിക്കാനുള്ള അവകാശം പോലുമില്ല. ഈ നാട്ടിൽ നിന്ന് നീതി കിട്ടത്തില്ല നിങ്ങൾക്ക്. ഈ നാട്ടിൽ നിന്ന് എനിക്ക് നീതി കിട്ടത്തില്ല, നമുക്ക് നീതി കിട്ടത്തില്ല. നമ്മൾ എത്ര പരാതി കൊണ്ട് ചെന്നാൽ പോലും അഡ്മിഷൻ പോലും കിട്ടാത്ത സ്ഥാനത്ത് രാജാവിന് നിന്നെ അകത്ത് കടത്താൻ മനസ്സില്ലാതെ പടിവാതിൽ വെച്ച് റെസ്ട്രിക്ഷൻ ഇട്ടിരിക്കുമ്പോൾ അപ്പോഴും നമുക്കൊരു ഉറപ്പുണ്ട്, രാജാവിൻ്റെ അടുക്കൽ ചെന്ന് മുട്ടുകുത്തി എൻ്റെ ആവശ്യം അറിയിച്ച് പരിഹാരം മേടിക്കാൻ എന്നെ കൊണ്ട് കഴിയും. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ മുമ്പിൽ മറുപടി ഇല്ലാതെ കിടക്കുന്ന ചില വിഷയങ്ങൾക്ക് ദൈവപൈതലേ മറുപടി ഉണ്ട്. രാജാവും കർത്താവുമായ യേശുവിന്റെ സന്നിധിയിൽ കടന്നു ചെന്ന് മുട്ടുകുത്തി നിന്റെ വിഷയം അവതരിപ്പിച്ചാൽ അതിന് മറുപടി ഉണ്ട്. നീ മരിക്കേണ്ടി വരത്തില്ല. ഉടബല ഹദുല, നിന്റെ കുഞ്ഞുകുട്ടികൾ കൊള്ളയായി പോകത്തില്ല, നിന്റെ വസ്തുവകൾ കൊള്ളയിടാൻ സമ്മതിക്കത്തില്ല. വിധി കൽപ്പിക്കാൻ കഴിവുള്ളവനുണ്ട്, അവൻ നിനക്കെതിരായി വിധി കൽപ്പിക്കും. അല്ലേ? രാജാവിൻ്റെ അവിടെ റെസ്ട്രിക്ഷൻ ഉണ്ടാകും, പക്ഷെ രാജാവിൻ്റെ അവിടെ റെസ്ട്രിക്ഷൻ ഇല്ല. ഇന്നത്തെ ചില പാസ്റ്റർമാരെ കിട്ടുകയില്ല. ഫോൺ വിളിച്ചാൽ പോലും കിട്ടുകയില്ല. നീ എന്തിനാ ഈ പാസ്റ്ററെ വിളിക്കാൻ പോകുന്ന? മുട്ടുകുത്തി ദൈവത്തെ വിളിക്ക്. ഈ 4-3-7 വിശ്വാസികളോടെ കിടക്കുന്ന വലിയ ആളാകുന്ന ഈ പാസ്റ്ററെ അന്വേഷിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഈ പ്രപഞ്ചം മുഴുവനും ഭരിക്കുന്ന സർവശക്തനായ ദൈവം? നീ ഒരൊറ്റ വിളിച്ചാൽ നിന്റെ അടുക്കൽ വരുവാൻ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ, നിന്നെ സഹായിക്കാൻ മതിയായവനായിട്ട് കൂടെ ഉണ്ടെങ്കിൽ, പ്രൈസ് ഗോഡ്, ദൈവം കൂടെ ഉള്ളവൻ്റെ ഉറപ്പതാണ്. എൻ്റെ ഉറപ്പതാ. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഉണ്ടെങ്കിൽ സ്വതന്ത്രം പറ. പ്രൈസ് ഗോഡ്. അപ്പോൾ രാജാവിൻ്റെ പടിവാതിൽക്കുള്ളം ചെന്നു, അകത്തേക്ക് കയറാൻ വകുപ്പില്ലായിരുന്നു. പ്രൈസ് ഗോഡ്. ഒരു ജനത മുഴുവൻ നശിക്കാൻ പോവുക, ഒരു തലമുറ മുഴുവൻ നശിക്കാൻ പോവുകയാണ്. പക്ഷേ അതിനിടയിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, എസ്തർ. എസ്തർ എവിടെയാ? എസ്തർ ആരാ? എസ്തർ അഹശ്വേരോശ് രാജാവിൻ്റെ പ്രധാന പത്നി അഥവാ രാജ്ഞി. ചില നാളുകൾക്ക് മുമ്പ് വസ്തിയെ പുറത്താക്കിക്കൊണ്ട് എസ്തറിനെ അകത്ത് കയറ്റിയ ദൈവത്തിനൊരു പരിപാടിയുണ്ട്. അനേകരെ തള്ളി നിന്നെയും എന്നെയും അകത്ത് കയറ്റിയ ദൈവത്തിനൊരു പരിപാടിയുണ്ട്. അത് എസ്തേറെ, നിന്നേക്കാൾ യോഗ്യതയുള്ള, നിന്നേക്കാൾ കഴിവുള്ള, നിന്നേക്കാൾ പാരമ്പര്യമുള്ള ചിലരെ പുറത്താക്കിക്കൊണ്ടാണ് നിന്നെ അകത്ത് കയറ്റിയതെന്ന് ഇന്ന് പകൽക്കാലം മറക്കരുത്. മനസ്സിലായോ?
നമ്മളെക്കാളും കൊള്ളാവുന്നവരെ കുറേ പേരെ മാറ്റിയിട്ടാണ് നമ്മളെ ഈ സ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നത്. ഏത് സ്ഥാനത്താണ്? രാജസ്ഥാനത്ത്. പ്രൈസ് ഗോഡ്. മൊർദെഖായി ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ചെന്ന് എസ്തറിനെ അറിയിച്ചു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എടുക്കാം. ദൈവത്തിന് സ്തോത്രം. 4-ാമത്തെ 13-ാം വാക്യം. മൊർദെഖായി എസ്തറിനോട് മറുപടി പറയാൻ കൽപ്പിച്ചത്, നീ രാജധാനിയിൽ ഇരിക്കിയാൽ എല്ലാ യഹൂദന്മാരിലും വെച്ച് രക്ഷപ്പെട്ടുകൊള്ളാമെന്ന് നീ വിചാരിക്കേണ്ട. കണ്ടോ, എസ്തർ വ്യത്യസ്തയായി രാജധാനിയിൽ ഇരിക്കുകയാണ്. പക്ഷെ മൊർദെഖായി പറയുന്നു, നീ രാജധാനിയിൽ ഇരിക്കുന്നത് കൊണ്ട്, രാജ്ഞിയായിരിക്കുന്നത് കൊണ്ട് എല്ലാ യഹൂദന്മാരിലും വെച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട. കാരണം ഹാമാൻ അവിടെ ഉള്ളിടത്തോളം കാലം ലോകത്തുള്ള സകല യഹൂദന്മാരെയും കൊന്നുമിടിച്ച് ഒടുവിൽ നിന്റെ ചിറ്റപ്പനായ മൊർദെഖായിയെയും കൊന്നുമിടിച്ച ശേഷം ഹാമാൻ മനസ്സിലാക്കും, പ്രൈസ് ഗോഡ്, നീ യഹൂദ സ്ത്രീയാണെന്ന്, നിന്നെയും വച്ചേക്കുകയില്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലേ, നമ്മളായിരിക്കുന്ന കംഫർട്ട് സോണിനകത്ത് എല്ലാ ദിവസവും വസിക്കാൻ പറ്റുമെന്ന് വിചാരിക്കല്ലേ. ഗവൺമെന്റ് എതിരാകും, രാഷ്ട്രീയക്കാരെതിരാകും, പാർട്ടികൾ എതിരാകും, വർഗീയ വിരോധികൾ എതിരാകും, ചുറ്റുപാടുമുള്ളവരെതിരാകും, നിന്റെ അകത്തും പുറത്തും എതിരാകും. അന്നേരവും നിന്റെ കൂടെ നിൽക്കുന്ന ഒരുവനേ ഉള്ളൂ, നസറയനായ യേശു. എൻ്റെ യേശു എൻ്റെ കൂടെ കാണും, എൻ്റെ യേശു എൻ്റെ കൂടെ കാണും. ജീവൻ പോകേണ്ടി വന്നാലും യേശു എൻ്റെ കൂടെ കാണുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, പാടും ഞാൻ യേശുവിനു ജീവൻ പോളം നന്ദിയോടെ, ജീവൻ പോളം നന്ദിയോടെ. കാരണം കാട്ടൊലിവിൽ ശാഖയായിരുന്ന എന്നിൽ നല്ല ഫലം നിറപ്പാൻ, കാട്ടൊലിവിൽ ശാഖയായിരുന്ന എന്നിൽ നല്ല ഫലം നിറപ്പാൻ, അവൻ വെട്ടിനച്ചെന്നെ നല്ലൊലിവിൻ തരു ഒടതു ചിന്തിച്ചു. അവൻ വെട്ടിനച്ചെന്നെ നല്ലൊലിവിൻ തരു ഒടതു ചിന്തിച്ചെന്നും പാടും ഞാൻ യേശുവിനു ജീവൻ പോളം നന്ദിയോടെ, ജീവൻ പോളം നന്ദിയോടെ. പിന്നെ എന്തുകൊണ്ട്? സ്വന്ത ജനമായ യൂദന്മാരെ തള്ളി സ്വന്ത ജനമായ യൂദന്മാരെ തള്ളി ബഹുസന്താപത്തോടുഴന്നീടും പുറജാതി സന്തതിയെ വീണ്ടോടി. ബഹുസന്താപത്തോടുഴന്നീടും പുറജാതി സന്തതിയെ വീണ്ടോടി. പാടും ഞാൻ യേശുവിനു ജീവൻ നന്ദിയോടെ, ജീവൻ നന്ദിയോടെ. സ്വന്തം ജനത്തെ തള്ളിക്കളഞ്ഞ് പുറജാതികളായിരുന്ന, പാതാളത്തിൻ്റെ ആടുകളായി അയക്കപ്പെട്ടിരുന്ന, മൃത്യുമേച്ചിരുന്ന സ്ഥാനത്ത് നിന്ന് എന്നെയും നിന്നെയും വിളിച്ചു വേർതിരിച്ച കർത്താവിന് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെയും ചിന്തുവാൻ വേണ്ടി വന്നാൽ ഞാൻ ഒരുക്കമാണെന്ന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കരം നിർത്തി അവനെ സ്തുതിച്ചെന്ന് ആരാധിക്കാമോ? കർത്താവേ, നീ യോഗ്യൻ, നീ യോഗ്യൻ. അറുക്കപ്പെട്ട കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ട് സകല പാത്രയും ഭാഷയിൽ നിന്നും ഘോഷത്തിൽ നിന്നും ജനത്തെ നിനക്കായി വിലയ്ക്ക് വാങ്ങി തീർന്നില്ല. നിനക്കായി അവരെ പുരോഹിതന്മാരാക്കി മാറ്റി. നിനക്കായിട്ട് അവരെ പുരോഹിതന്മാരാക്കി മാറ്റി. എന്തിനാ? അവന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ. പ്രൈസ് ഗോഡ്. നമ്മൾ ഒത്തിരി കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് തെറ്റിക്കിടക്കുക.
പൗരോഹിത്യ ശുശ്രൂഷയിൽ നിന്നുപോയെന്ന് പറയുക. പക്ഷെ സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യുക? മഹാപുരോഹിതനെ മാറിയിട്ടുള്ളൂ, പൗരോഹിത്യ ശുശ്രൂഷ മാറിയിട്ടില്ല. നമ്മുടെ മഹാപുരോഹിതൻ മാറി. അവൻ കാണിച്ച ശുശ്രൂഷയ്ക്കും നമ്മൾ കീഴ്പ്പെട്ട് കൊടുക്കാനായിട്ട് കൽപ്പിച്ചു. എന്തുവാ? ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തം മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്താൻ കഴിയാത്ത ഒരു ആരാധനയിൽ നിന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അധരബലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ ഞാൻ ഇന്നും വിളിച്ചു വേർതിരിക്കപ്പെട്ടപ്പോൾ എൻ്റെ ദൈവത്തിന് വേണ്ടി 1000 സ്തോത്രമെന്ന് പറഞ്ഞ് സമയം കിട്ടുമ്പോഴെല്ലാം അവൻ്റെ മുമ്പിൽ തന്നെ താൻ താഴ്ത്തി കൊടുത്തുകൊണ്ട് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ദൈവത്തെ വിളിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, നിനക്ക് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമാ. അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. ഇങ്ങനെ പാടണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു വെളിപ്പാട് കൂടെ കിട്ടണം. ഒരു വെളിപ്പാടും കിട്ടണം. കാര്യം കാണാൻ വേണ്ടി നമ്മളിത് പാടും, കാശ് കിട്ടാൻ വേണ്ടി പാടും, പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി പാടും, ജോലി കിട്ടാൻ വേണ്ടി പാടും. കാരണം ഇവനെ ആരാധിച്ച പ്രയോജനമുണ്ട്. ഒരു വെളിപ്പാടും കൂടെ കിട്ടിയിട്ട് ഇത് പാടണം. ആ വെളിപ്പാടാണെന്ന് അറിയാമോ? എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞ് ലോകയാത്ര ഭരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ. നീ മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ. അപ്പൊ ഇത് പാടിയിട്ട് വേണം മറ്റത് പാടാൻ. അപ്പൊ ഇത് പാടണമെങ്കിൽ മണ്ണും മാണിക്യവും തിരിച്ചറിയണം. ഇത് പാടണമെങ്കിൽ മണ്ണ് ഏതാണ് മാണിക്യം ഏതാണ് തിരിച്ചറിയണം. ലോകത്തിൻ്റെ മാണിക്യം നമുക്ക് മണ്ണാണ്, ലോകത്തിൻ്റെ മണ്ണ് നമുക്ക് മാണിക്യമാണ്. ഇത് മനസ്സിലാക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അതാണ് പുരുഷാരത്തിൽ നിന്ന് മാറി നിന്നിട്ടുള്ള വിശ്വാസം. ലോകത്തിന് വിലയുള്ളതെല്ലാം എനിക്ക് വിലയില്ലാത്തതാണ്, ലോകത്തിന് വിലയില്ലാത്തതെല്ലാം എനിക്ക് വിലയുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, എന്താണ് നമുക്ക് ഏറ്റവും വിലയുള്ളത്? തിരിച്ചറിയണമെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടി സകലതും ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു, അതാണ് ലോകത്തിലെ ഏറ്റവും എനിക്ക് വിലയുള്ളത്. ജീവനാണ് വലുതെങ്കിൽ അവനെന്ത് ചെയ്യും? യേശുവിനെ തള്ളിപ്പറഞ്ഞ് ജീവൻ രക്ഷിക്കും. എന്താണ് നമുക്ക് വിലയുള്ളതെന്ന് മനസ്സിലാകണമെങ്കിൽ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ നമ്മൾ എന്തിനു വേണ്ടി സകലതും ത്യജിക്കുമെന്ന് മനസ്സിലാക്കണം. നിങ്ങളൊന്ന് ചിന്തിച്ചു. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. നിങ്ങൾ എന്തിനു വേണ്ടി നിങ്ങൾ സകലതും ത്യജിക്കും? ഒരവസരം കിട്ടിയാൽ സകലതും ത്യജിക്കുന്നത് എന്ത് നിങ്ങളുടെ നേരെ വെച്ച് നീട്ടിയാൽ നിങ്ങൾ ത്യജിക്കും? ചോറ് കിട്ടിയാൽ, കാശ് കിട്ടിയാൽ, ജോലി കിട്ടിയാൽ, വീട് കിട്ടിയാൽ ഇല്ല, കാറ് തന്നാലോ ഇല്ല. ഒരു കാറ് കിട്ടുമ്പോൾ ത്യജിക്കും നമ്മൾ? ഇല്ല. ഇതൊന്നുമില്ല. നിങ്ങൾ പറ, എന്തിനു വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവനെ ത്യജിക്കാൻ തയ്യാറാകും? പ്രൈസ് ഗോഡ്. പൗലോസ് പറഞ്ഞ ആൻസർ ഞാൻ പറയാം. 3-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ സകലതും ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. ഇന്ന് പകൽക്കാലം ദൈവം ഇതിലെ വേറെ ഒന്നിനേക്കാൾ എല്ലാത്തെക്കാളും വലുത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനമാണെന്ന് മനസ്സിലാക്കാൻ ഇടയായി തീർന്നാൽ മാത്രമേ രക്ഷയുള്ളൂ. സ്വർഗമാണെന്ന് വിചാരിച്ചാലും രക്ഷയില്ല. കാരണം സ്വർഗത്തിൽ ചെന്ന് എന്ത് ചെയ്യാനുള്ളതാണ്? പൗലോസ് പറഞ്ഞു, അവനെ അറിയേണ്ടതുപോലെ ഞാൻ അറിഞ്ഞിട്ടില്ല. അവനെ നേടുവാൻ, അവനെ അറിയുവാൻ, അവനോട് അനുരൂപപ്പെടുവാൻ, അവനിലിരിക്കുവാൻ, ഇങ്ങനെ എൻ്റെ ജീവിതകാലം മാത്രമല്ല നിത്യത മുഴുവൻ യേശുവിനെ കുറിച്ച് പഠിക്കുവാൻ, യേശുവിനെ അറിയുവാൻ. പ്രൈസ് ഗോഡ്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ സകലതും ഉപേക്ഷിച്ച് ചവറം നിന്നുന്നു. ബിക്കോസ് ഓഫ് ദ നോളജ് ഓഫ് ദ എക്സലൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഐ കൈംഡ് എവറിത്തിങ് ബട്ട് ഡം. ഈ ഒരു കാഴ്ചപ്പാട് എന്തായാലും രക്ഷയുള്ളൂ.
നീ സ്വർഗം ഇല്ലെങ്കിൽ പ്രശ്നം ഞാൻ വിചാരിച്ചത് ഇതാണ് സ്വർഗം എന്നല്ല ഞാൻ വിചാരിച്ചെന്ന് പറയും. തീർച്ചയായും ഇവിടെ പൊന്നൊക്കെ ഉപേക്ഷിച്ചവർ ചിലർ വിചാരിച്ചു അവിടെ മുഴുവനും സ്വർണം കൊണ്ടുള്ള പടി കിട്ടുമെന്നാ, അവിടുത്തെ സ്റ്റെപ്സൊക്കെ സ്വർണ്ണമാണെന്നാ. അവിടെ ചെല്ലുമ്പോൾ സ്വർണ്ണം അല്ലെങ്കിൽ എന്തോ ചെയ്യും? എൻ്റെ കർത്താവ്, ഞാനിത് ഉപേക്ഷിച്ചില്ല, എൻ്റെ പ്രയോജനം ഉണ്ടായി. അവിടെ വെള്ളിത്താലത്തിൽ പൊൻകരണ്ടിയിൽ ഇതൊക്കെ കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചിരിക്കുന്നവർ വിചാരിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഇതില്ലെങ്കിൽ എന്തോ ചെയ്യും? ഞാനൊരു കാര്യം പറയും, ഇതൊക്കെ അലങ്കാരികമായിട്ട് പറഞ്ഞിരിക്കുക. എന്നാൽ ഒരലങ്കാരമില്ലാത്ത ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ക്രിസ്തുവിനെ നേടുവാൻ, ക്രിസ്തുവിനെ അറിയുവാൻ, അവൻ്റെ മരണത്തെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അനുഭവിച്ചറിയുവാൻ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ഈ ആഗ്രഹമുണ്ട്? എനിക്ക് ക്രിസ്തുവിനെ അറിയണം, അവനെ നേടണം, അവൻ്റെ മരണത്തെക്കുറിച്ച് അറിയണം, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി എനിക്ക് ഗ്രഹിക്കണം. അതിനുവേണ്ടി ഞാൻ സകലതും ഉപേക്ഷിച്ച് ചവറന്ന് എണ്ണുന്നു. ആ ചവറെന്നുള്ളതിന് ഡങ്ങെന്ന് പറഞ്ഞാൽ എന്തുവാ? ചാണകം. ഇത് മനുഷ്യൻ്റെ ഡങ്ങ ഒറിജിനൽ ഭാഷയിൽ. പലരും ഇത് കിട്ടിയ വീട്ടിൽ വെച്ചേക്കുമോ? വലിച്ചെറിയും. പൗലോസ് നോക്കിയപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത അത്ര വലുതാണ്. എൻ പ്രിയനെപ്പോൾ സുന്ദരനായി മറ്റാരെയും കാണുന്നില്ല, മേലാൽ കാണുകയുമില്ല. മാത്രമല്ല ഇവനെ വെടിഞ്ഞിട്ട് മണ്ണാങ്കട്ടയുടെ പുറകെ പോകത്തില്ല. ഈ ഒരു പ്രത്യാശ നമുക്കുണ്ടാകണം. ഇത് വ്യക്തിപരമായി ഉണ്ടാകണം. അത് സഭയുടെ പഠിപ്പിക്കലോ അല്ലാതെ ആയിരിക്കട്ടെ, അതെനിക്ക് വിഷയമല്ല. വ്യക്തിപരമായി ഉണ്ടാകണം. അതുണ്ടാകാതെ പെന്തിക്കോസ്ത് ആയാലും അന്തിക്കോസ്ത് ആയാലും ഒരുപോലെ, വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം പ്രൂഫ് വരുമ്പോൾ തോറ്റു, പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ എൻ്റെ വിശ്വാസം ഒരു പരിശോധനയുടെ മുമ്പിൽ ഞാൻ പിടിച്ചു നിൽക്കത്തക്കവണ്ണം ആമേൻ ആഴമേറിയതാണെന്ന് തീരുമാനിക്കുന്നത് അറിയാവുന്ന ഒരു കാര്യം ഒരു സ്തോത്രം ചെയ്ത് ആരാധിക്കാം. ഹല്ലേലൂയ. ഇതൊക്കെ അറിഞ്ഞാണല്ലോ പൊക്കുന്നല്ലേ? എന്നെ ഇവിടെ വെള്ളത്തിലാക്കല്ലേ? ഞാനിതൊക്കെ പ്രതീക്ഷിച്ച് ആടും നിങ്ങൾ പറയണ്ടെന്ന് വിചാരിച്ച്. പ്രൈസ് ഗോഡ്. അപ്പം രാജാവിൻ്റെ അടുക്കലെ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ചെന്നുകൂടാതിരുന്ന സ്ഥാനത്ത് അവിടെ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. മൊർദെഖായി പറഞ്ഞു, നീ രാജസ്ഥാനത്തിരിക്കാമെന്ന് വിചാരിക്കണ്ട, പ്രശ്നമാവും. അടുത്ത വാക്യം, നീ ഈ സമയത്ത് മിണ്ടാതെ ഇരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്തു നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. കണ്ടോ? ഈ ഞാൻ കർത്താവ് കണ്ടവരെ ജാതിയുടെ പൂർണ്ണസംഖ്യ ചേരുവോളം യഹൂദന്മാർക്ക് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ കർത്താവ് കണ്ടവരെ മുഴുവൻ വേർതിരിക്കും, ഒരു സംശയവുമില്ല. എന്നാൽ നീ പ്രാർത്ഥിച്ച് നീ സുവിശേഷം പറഞ്ഞ് ഒരാളെ നേടിയാൽ അതിൻ്റെ പ്രതിഫലം നിനക്ക് തന്നേക്കും, അത് സംശയമില്ല. അപ്പോൾ എന്തിനാ ഈ കർത്താവ് വേല ഏൽപ്പിച്ചതെന്നറിയാമോ? അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചവരെ മുൻനിയമിക്കപ്പെട്ടവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. മനസ്സിലായോ? അപ്പം നമുക്ക് തേജസ്കരണത്തിലേക്ക് നടത്താൻ വേണ്ടി തന്നിരിക്കുന്ന ഒരു പരിപാടിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു വീട്ടിൽ ചെന്ന് 10 മിനിറ്റ് സുവിശേഷം പറഞ്ഞിട്ട് പുറത്തോട്ടിറങ്ങിയ പ്രൈസിൽ ഏത് ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങുന്നതിനേക്കാൾ തേജസ് ഉണ്ടാവും. മനസ്സിലായോ? ഈ സുവിശേഷം വെളിച്ചമാകുന്ന യേശുവിനാകുന്ന ഈ വെളിച്ചം നിന്നിൽ കൂടെ കണ്ണാടിയിൽ നിന്ന പോലെ മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് പ്രതിബിംബിക്കുമ്പോൾ ആ പ്രകാശത്തിൻ്റെ ഒരു ഭാഗം നിന്റെ മുഖത്തും തേജസ്സായി വ്യാപരിക്കത്തക്കവണ്ണം പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതല്ലേ സുവിശേഷം പറയുന്നവരുടെ മുഖത്തൊരു പ്രത്യേക തേജസ്സുണ്ട്. സംശയമുണ്ടോ? ഇല്ല, എനിക്കില്ല. സുവിശേഷം പറയണം. പ്രൈസ് ഗോഡ്. അപ്പോൾ നീ രാജസ്ഥാനത്തിരിക്കാമെന്ന് വിചാരിക്കണ്ട. നീ നിന്റെ കുടുംബം നശിച്ചു പോകും. യഹൂദന് വേറെ വല്ലയിടത്തും രക്ഷയുണ്ടാകും. എറണാകുളം പട്ടണത്തെ രക്ഷിക്കാൻ ദൈവം വേറെ സഭയെ എഴുന്നേൽപ്പിക്കും, വേറെ ദൈവദാസനെ എഴുന്നേൽപ്പിക്കും, വേറെ വിശ്വാസികളെയും എഴുന്നേൽപ്പിക്കും. എന്നാൽ നമ്മളിത് ചെയ്യാതിരുന്നാൽ ഞാനും നിങ്ങളും നശിച്ചു പോകും. ഈ ഒരു ബോധ്യമുണ്ടാകണം. നമ്മളിത് ചെയ്യാതിരുന്നാൽ നമ്മൾ നശിച്ചു പോകും. ഈ കാണുന്നതൊന്നും ഒരു വിലയില്ലാത്തതാവും. മനസ്സിലായോ? ഇതിനേക്കാൾ വലിയ ചർച്ച് ഓഫ് നോട്ടർഡാം പോലെയുള്ള ചർച്ചുകൾ ഞാൻ ഇംഗ്ലണ്ടിൽ പോയി കണ്ണുകൊണ്ട് കണ്ടതാണ്, അമേരിക്കയിൽ പോയി കണ്ണുകൊണ്ട് കണ്ടതാണ്. വിശ്വാസികൾ ഇല്ലാഞ്ഞിട്ട് ഇന്ന് വിൽക്കാനിട്ടിരിക്കുകയാണ്. മുസ്ലിംസ് അത് മേടിച്ചുകൊണ്ടിരിക്കുക. ഇംഗ്ലണ്ടിലൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുക. പള്ളിയിൽ ആളില്ലെന്നും. ഈ പള്ളി അങ്ങനെ ആകാൻ എനിക്ക് ആഗ്രഹമില്ല. തിന്ന് മതിച്ച് കൊഴുത്ത് തടിച്ച് കുറേ വിശ്വാസികളെ വെച്ചുകൊണ്ട് അധിക നാൾ പോകത്തില്ല. എല്ലാം ചത്ത് തീരും. പുതിയ വിശ്വാസികൾ ഉണ്ടാകണം, നിങ്ങൾ ഒഴുകണം. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ലോകം കണ്ട ഏറ്റവും വലിയ ആർക്കിടെക്ചറിൽ ഒന്നായിരുന്നു ക്രിസ്റ്റൽ കത്തീഡ്രൽ. കഴിഞ്ഞ വർഷം
അവർ പാപ്പരായിട്ട് പ്രഖ്യാപിച്ചു. ഇതൊന്നും നിലനിൽക്കത്തില്ല. നിലനിൽക്കുന്നത് ഒന്നേ ഉള്ളൂ, ദൈവകൃപ. ദൈവം തിരഞ്ഞെടുത്തതാണെങ്കിൽ നിന്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവകൃപ കൊണ്ട് നീ പിന്നെയും അന്ത്യം വരെ നിലനിൽക്കും. വലിയ പള്ളി ഉണ്ടായതുകൊണ്ടോ, വലിയ ഡൈനിങ് ഹോൾ ഉണ്ടായതുകൊണ്ടോ, വലിയ സ്നാനക്കുളം ഉണ്ടായതുകൊണ്ടോ ഞാൻ മഹാനായെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാൽ 10 ആത്മാക്കളെ നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് മുഴുവൻ വെറുതെയാണ്. ഒരു പ്രയോജനമില്ല ഇതുകൊണ്ടൊന്നും. അന്തിമമായിട്ട് ഇതൊന്നും കൊണ്ട് ഒരു പ്രയോജനവുമില്ല. പ്രൈസ് ഗോഡ്. ഞാനൊരു കാര്യം പറയാം. ഞാൻ വിചാരിക്കുന്ന നിലവാരത്തിൽ ഇത് വരുന്നില്ലെങ്കിൽ ഞാൻ ഇവിടം വിട്ടുപോകും. എനിക്ക് നല്ല ഒരു വിളിയുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളായിരിക്കും ഉത്തരവാദികൾ. പ്രൈസ് ഗോഡ്. നമുക്ക് ഇത്രയും സൗകര്യങ്ങളും ഇതും തന്നിട്ട് ഞാൻ ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞാൽ ചോദിച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ചോദിക്കുന്നില്ല. ഇവിടെ എങ്ങനെ വന്നു, ഇപ്പം എന്താണെന്ന് എനിക്കറിയാം. ഇനി അങ്ങനെ ഇരിക്കാൻ പറ്റുകയില്ല. ഒന്നല്ലെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ നിങ്ങൾ. രണ്ടും കൂടെ ഒരുമിച്ച് ഇങ്ങനെ പോകത്തില്ല. നന്നായിട്ട് പോയേ പറ്റൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പൊക്കോളാം. എനിക്കൊരു മടിയില്ല. എനിക്ക് ഈ ഒരൊറ്റ വേദോത്സവം മതി എൻ്റെ ജീവിതകാലം മുഴുവനുള്ളതുണ്ടാക്കാൻ. 1000 തലമുറയ്ക്കുള്ളതുണ്ടാക്കാൻ ഈ ഒരൊറ്റ പുസ്തകം മതി. നിങ്ങളോട് ഞാൻ അതേ പറയുന്നുള്ളൂ. ആരെയും കണ്ടുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റുകയില്ല. ഒരുവനെ കണ്ടുകൊണ്ട് ചിലത് ചെയ്യാൻ പറ്റും. അതാ ഞാൻ പറയുന്നത്. അതുകൊണ്ട് നാളെ 9:30 മണി തൊട്ട് കാണണം നിങ്ങളുടെയൊക്കെ ഡെഡിക്കേഷൻ. 9:30 വന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നു. അതിന് കൊള്ളത്തില്ല. പിന്നെ എന്തു ചെയ്യാനാ? ഇന്ന് രക്തസാക്ഷിയാകാൻ കേട്ടോ. എവിടെ നിന്ന് ഓടും, വിട്ടോടാന്ന് പറയും. 9:30 വന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്തവനൊക്കെ രക്തസാക്ഷിയാകാൻ നടക്കുന്നത്. പ്രൈസ് ഗോഡ്. നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും പ്രൈസ് ഗോഡ് ലോകത്തിൽ എവിടെ വേണേൽ പോകാൻ മടിയില്ല. ഈ കളമശ്ശേരി വരാനായിട്ട് മടിയാണെങ്കിൽ ഇവനൊക്കെ എന്ത് പ്രയോജനം? ആദ്യം ജെറുസലേമിൽ, പിന്നെ യഹൂദിയയിൽ, പിന്നെ ശമരിയിൽ, പിന്നെ ഭൂമിയുടെ അറ്റത്തോളവും. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നമ്മൾ ലെറ്റ് us prove, വാക്കുകൊണ്ടല്ല പ്രവൃത്തി കൊണ്ട് തന്നെ നമ്മൾ കാണിക്കണം. പ്രവൃത്തി കൊണ്ട് കാണിക്കണം. നമ്മുടെ വിശ്വാസം പ്രവൃത്തി കൊണ്ട് കാണിക്കണം. അല്ലാതെ ഞായറാഴ്ച കൊട്ടിപ്പാടാൻ കുറേ ആളെ കിട്ടിയിട്ട് എന്ത് കാര്യം? പ്രൈസ് ഗോഡ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങളൊക്കെ ഇല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ ജീവിക്കും? എനിക്കൊന്നും ജീവിക്കാൻ ഒരു കുഴപ്പമില്ല. പിന്നെ ഞങ്ങളൊക്കെ ഇല്ലെങ്കിൽ ഇവിടെ ഇത്രയും കാര്യങ്ങൾ എങ്ങനെ നടക്കും? ഇവിടെ ആൾ കുറഞ്ഞാൽ കഞ്ഞി കുറച്ച് മതി. പിന്നെ വേണ്ടി വന്നാൽ കഞ്ഞി വേണ്ടെന്ന് വയ്ക്കും. ഇല്ലല്ലോ, വേറെ ഒന്നും സംഭവിക്കാൻ മതിയില്ല. ഇപ്പം ഈ ഉള്ളതൊക്കെ മതി. ഒരു സാധാരണ ഗതിക്ക് ഒരു പാസ്റ്റർക്ക് കഴിഞ്ഞുകൂടാനായിട്ട്, മാന്യമായിട്ട് കഴിഞ്ഞുകൂടാൻ ഇപ്പം ഉള്ളതൊക്കെ മതി. ഇപ്പം ഉള്ള വിശ്വാസിയും ഈ പള്ളിയും ഈ സാനക്കുളവും ഈ ശവക്കോട്ടയും ഈ വണ്ടിയും ഈ കാരവനും മാത്രം മതി എവിടെ ചെന്നാലും പേരുണ്ടാക്കാൻ. പ്രൈസ് ഗോഡ്. പക്ഷെ എനിക്കത് പറ്റത്തില്ല. ഐ വാണ്ട് സംതിങ് മോർ. എനിക്കിതൊന്നും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ട്. ഇതൊന്ന് ഡബിൾ ചെയ്യണമെന്നുണ്ട്. പക്ഷെ നിങ്ങൾ വിചാരിച്ചാലേ നടക്കത്തുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് തീർപ്പ് ചെല്ലുന്നിടത്ത് ഭയമുണ്ടായി, വേദനയുണ്ടായി, കഷ്ടമുണ്ടായി. മൊർദെഖായി കരഞ്ഞുകൊണ്ട് ചെന്നു, തലയിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് ചെന്നു. ഒടുവിൽ പറഞ്ഞു, എസ്തേറേ, നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. നീ രാജസ്ഥാനത്തിരിക്കുന്നു വിചാരിച്ച് നിനക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യേ, എന്തെങ്കിലും ഒരു പരിപാടി ചെയ്തോണം. കാരണം രാജാവിൻ്റെ അടുക്ക പോയി ഈ വിഷയം കൈകാര്യം ചെയ്യാൻ നിനക്ക് മാത്രമേ കഴിയൂ. നിന്നെ അതിനാണ് രാജസ്ഥാനത്താക്കിയിരിക്കുന്നത്. ദൈവമക്കളെ, ആ മഹാരാജാവായിരിക്കുന്ന ആമേ സ്വർഗാദി സ്വർഗങ്ങൾ കടങ്ങാത്തവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ഈ രാജ്യത്തിന് വേണ്ടി, ഈ കേരളത്തിന് വേണ്ടി, ഈ എറണാകുളത്തിന് വേണ്ടി പക്ഷപാതം ചെയ്യാൻ അധികാരം പ്രാപിച്ചവൻ നീ ഒരുത്തിയാണ്, നീ ഒരുത്തനാണ് ഈ നാളുകളിൽ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ മുട്ടുമടക്കാൻ നമ്മളുടെ അവസരം കളയല്ലേ. നമ്മളെ ഏൽപ്പിച്ചേക്കുന്നു. അഹശ്വേരോശ് രാജാവിൻ്റെ മുമ്പിൽ ചെല്ലാനായിട്ട് മൊർദെഖായിയെ ഏൽപ്പിച്ചേക്കുന്നതിനേക്കാൾ ശക്തമായ അധികാരവുമായിട്ട്, അതും അതിനേക്കാളുള്ള ബന്ധവുമായിട്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. മൊർദെഖായിയുടെ അഹശ്വേരോശ് രാജാവിൻ്റെ അടുക്കൽ ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. എസ്തറിന് വിളിക്കാതെ ചെല്ലാൻ വകുപ്പില്ലായിരുന്നു, അവകാശമില്ലായിരുന്നു. എന്നാൽ ദിവസം 3 നേരം മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ രാജാവായിരിക്കുന്ന കർത്താവായിരിക്കുന്ന ഈ സകല പ്രപഞ്ചത്തിൻ്റെയും ഉടമയായിരിക്കുന്ന ചക്രവർത്തിമാരിൽ ചക്രവർത്തിയായിരിക്കുന്ന സർവശക്തന്റെ അടുക്കലേക്ക് ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ എനിക്കും നിനക്കും ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലാനുള്ള അധികാരം കിട്ടിയിട്ടില്ലേ? അവകാശം കിട്ടിയിട്ടില്ലേ? മനസ്സിലായോ? ഉപയോഗിക്കണം, പ്രാർത്ഥിക്കണം.
പ്രവർത്തിക്കണം, ഇറങ്ങണം, പോകണം, ഇറക്കണം, കൊണ്ടുവരണം. ഇതാ പ്രമാണം. പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച് ഇറങ്ങി ചെന്ന് പിടിച്ച് കൊണ്ടുവരണം, അകത്ത് കൊണ്ടുവരണം. അതാണ് നമ്മുടെ ഉദ്ദേശം. പ്രൈസ് ഗോഡ്. അപ്പം ഹല്ലേലൂയ. ഞാൻ എസ്തറിന്റെ താഴോട്ട് വായിച്ച്, ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് ആർക്കറിയാം? അതിന് എസ്തർ മൊർദെഖായിയോട് മറുപടി പറവാൻ കൽപ്പിച്ചത്, നീ ചെന്ന് ശൂശനിൽ ഉള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചുകൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പീൻ. ഞാനും എന്റെ ബാല്യക്കാരത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും. പിന്നെ ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിന്റെ അടുക്കൽ ചെല്ലും. മനസ്സിലായോ? മൊർദെഖായിയെ, നിനക്ക് രട്ടുടുത്തുകൊണ്ട് പട്ടണവാതിലിനകത്ത് പ്രവേശിക്കാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ എനിക്ക് നിയമമുണ്ട്. എനിക്ക് രാജാവിൻ്റെ സന്നിധിയിലും ചെല്ലാൻ പറ്റത്തില്ല. നിയമപ്രകാരം എനിക്ക് ചെല്ലാൻ പറ്റത്തില്ല. എന്നെ വിളിക്കാതെ ചെല്ലാൻ പറ്റത്തില്ല. അല്ലാതെ ചെന്നാൽ പൊൻചെങ്കോൽ എൻ്റെ നേരെ നീട്ടുന്നില്ലെങ്കിൽ എൻ്റെ കഴുത്ത് പോകും. പ്രൈസ് ഗോഡ്. വായിച്ചേ. ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. ഞാൻ നശിക്കുന്നെങ്കിൽ, രാജാവിൻ്റെ പൊൻചെങ്കോൽ നീട്ടുന്നില്ലെങ്കിൽ നശിക്കും. പക്ഷെ അവൾ തീരുമാനിച്ചു, എൻ്റെ നേരെ പൊൻചെങ്കോൽ നീട്ടിയില്ലെങ്കിൽ ഞാൻ നശിക്കും. ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. ഞാൻ മുട്ടുകുത്തും, ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ ചോദിക്കും, ഞാൻ യാചിക്കും. ഈ നാളുകളിൽ നശിച്ചു പോകുന്ന ഒരു ജനതയ്ക്ക് വേണ്ടി രാജാവിൻ്റെ അടുക്കൽ ചെന്ന് നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ എന്നല്ല, ഞാൻ വേണ്ടുമെന്ന് പറഞ്ഞുകൊണ്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്ന ദൈവമക്കൾക്ക് 1000 സ്തോത്രം അവരോർത്തം ചെയ്യുകയാണ് ദൈവത്തിന്. മനസ്സിലായോ? പ്രൈസ് ഗോഡ്. നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, അവൾക്കൊരു കാര്യം മനസ്സിലായി. അഹശ്വേരോശ് രാജാവിൻ്റെ അടുക്കൽ ചെല്ലാനേ അനുവാദമില്ലാതെയുള്ളൂ. എന്നാൽ അതിനു മുമ്പ് അഹശ്വേരോശ് രാജാവിനെ നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ, കൺട്രോൾ ചെയ്യാൻ കഴിവുള്ളവൻ, അവനോട് കൽപ്പിക്കാൻ കഴിവുള്ളവൻ, ലോകത്തിന് രാജാവായവൻ, കർത്താവായവൻ, ആമീൻ. ആ കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിങ്ങളും ഉപവസിക്ക്. അതിനുശേഷം നിയമപ്രകാരം ഇല്ലെങ്കിലും ഞാൻ ചെല്ലും. ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. പക്ഷെ എസ്തേറേ, നീ നശിക്കാനല്ല പോകുന്നത്. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ചൊഞ്ചുമ്പോൾ നീട്ടിക്കൊണ്ട്, എസ്തേറേ, നിന്റെ പ്രാർത്ഥന എന്ത്? നിന്റെ അപേക്ഷ എന്ത്? രാജ്യത്തിൽ പകുതിയായാലും നിനക്ക് തരാമെന്ന് പറയുന്ന ഒരു ശബ്ദം നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി, ഈ ഉപവാസ പ്രാർത്ഥന മറുപടി, ഈ ഉപവാസത്തിന്റെ മറുപടി എനിക്ക് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അത് ഏറ്റെടുക്കാൻ, അത് കേട്ടിയെടുക്കാൻ, അത് കൈവശമാക്കുവാൻ, അത് അവകാശമാക്കുവാൻ. ഉടബല ഹത്തുല ജമന തകര ദലബല ഹത്തൽ കൗഡേ അംബര പ്രഭ ശൈക്കർ കൗഡേ അത്തന ചമ്പൽ ഖദ്രക ജന്തല ഹത്തുല പരകത്തൗര ജീവ രാബ നിഗര ദലബ, അത് കൈവശമാക്കുവാൻ. 3 ദിവസത്തെ ഉപവാസം കഴിഞ്ഞപ്പോൾ യഹൂദജാതിയുടെ മുഴുവനും രക്ഷയ്ക്ക് വേണ്ടി അഹശ്വേരോശ് രാജാവിൻ്റെ അടുക്കൽ ചെല്ലുവാനും പൊൻചെങ്കോൽ നീട്ടുവാനും ഇടയായെങ്കിൽ 21 ദിവസം കഴിഞ്ഞിട്ട് ഫെയ്ത്ത് സീറ്റിലെ വിശ്വാസിയെ നിനക്ക് എവിടെ വേണേ കയറി ചെല്ലാം, ഏത് വീട്ടിലും വേണമെങ്കിലും കയറി ചെല്ലാം, ഏത് അധികാരമുള്ളതും കയറി ചെല്ലാം. നീ കടന്നു ചെന്നാൽ പൊൻചെങ്കോൽ നിന്റെ നേരെ നീട്ടാതിരിക്കാൻ പറ്റത്തില്ല. നീ പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ, വചനത്തോടെ, ധൈര്യത്തോടെ, ഉറപ്പോടെ. ആമേൻ. ഈ പട്ടണത്തിലെ ഉന്നതന്മാർ നശിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പാവപ്പെട്ടവരുടെ സുവിശേഷം പറയാൻ ഒത്തിരി പേരുണ്ട്. ഇന്നലെ ലൈല എന്നോട് പറഞ്ഞു, പാവപ്പെട്ട വീട്ടിൽ അവിടെ പണ്ട് ഒരുപാട് ആളുകളുണ്ട്. ഉന്നതന്മാരുടെ വീട്ടിൽ പോകാൻ ആളില്ലാത്തത്. എന്നെ നിങ്ങളെയും ഫെയ്ത്ത് സീറ്റിലാക്കിയേക്കുന്നത് ഇവിടുത്തെ ഉന്നതന്മാരുടെ പടിവാതിൽക്ക് ചെന്ന് അവരെ വിളിച്ചിറക്കി യേശുവിൻ്റെ നാമത്തിൽ വന്ന് ആരാധിക്കുക, അല്ലെങ്കിൽ തട്ടിപ്പോകുമെന്ന് പറയാൻ. ഈ ഇല്ലാത്തടത്താണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ എന്താ പറയുന്നത്, മുള്ളുകളുടെ ഇടയിൽ, രമ്യ പറയും, നിങ്ങൾ മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ തരിശു നിലം ഉഴുവീൻ. വചനമാണ്. ഇവിടെ ഉഴുതാതെ കിടക്കുന്നത് പാവപ്പെട്ടവൻ്റെ വീടുകളല്ല, സ്ലമ്മുകളല്ല. ഇവിടുത്തെ എല്ലാ സ്ലമ്മിലും ഹോസ്പിറ്റൽ മിനിസ്ട്രീസും, പിന്നെന്തുവാ, ഗോസ്പൽ ഇൻ ആക്ഷനും, എന്നൊരെണ്ണം കൊണ്ടൊരു ട്രൈബൽ മിഷൻ, ഇവർ മിക്കവാറും വീടുകളിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. എവരിഹം ക്രൂസൈഡിൻ്റെ 1998 ലവ് കൊച്ചിനൊരു പ്രോജക്റ്റിൽ ഈ പഞ്ചായത്തിലുള്ള സകല വീട്ടിലും കയറി ഇറങ്ങി. പക്ഷെ ചില വീടുകൾ കയറി ഇറങ്ങിയില്ല. ഏത് വീടെന്നറിയാമോ? ഉയർന്ന മതിൽക്കെട്ടും തുറക്കാത്ത ഗേറ്റുമുള്ള ചില വീടുകളിൽ ഈ പാവപ്പെട്ട ഉപദേശിമാർക്ക് കയറി ഒരു ട്രാക്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ ഞാൻ പറയുന്നു, ഈ 21 ദിവസത്തെ ഉപവാസം കഴിയുമ്പോൾ ഇവിടുത്തെ ഉയർന്ന മതിൽക്കെട്ടുകൾ ഇടിച്ചുകൊണ്ട്, തുറക്കാത്ത വാതിലുകൾ തുറന്നുകൊണ്ട് ഉന്നതന്മാരുടെ അടുക്കലേക്ക് ചെന്ന് യേശു ജീവിക്കുന്നത് പറയുവാൻ തക്കവണ്ണം എന്നെയും നിന്നെയും അധികാരപ്പെടുത്തുന്ന ഒരു മാർഗം വരാൻ പോകുകയാണ്. മനസ്സിലായോ?
നമുക്ക് നല്ല നല്ല അവസരങ്ങൾ കിട്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചില്ലെന്നുള്ളതാണ് വാസ്തവം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഈ സഭയ്ക്ക് കിട്ടിയ സന്ദർഭം ഞാൻ പറഞ്ഞുതരാം. ഉപയോഗിക്കാതെ പോയത്, ഇവിടുത്തെ എറണാകുളത്തെ പോലീസ് കമ്മീഷണർ ഇവിടെ വന്നുകൊണ്ടിരുന്ന കാലം, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോലീസ്, ഇവിടുത്തെ ട്രാൻസ്പോർട്ടിൻ്റെ RTO ഇവിടെ വന്നുകൊണ്ടിരുന്ന സമയം, ആ മാസത്തിൽ എന്നോട് ഒരാൾ വിളിച്ചു പറഞ്ഞു, ആൾ ഞാൻ പറയുന്നില്ല, ഒരു ജഡ്ജി വിളിച്ചു പറഞ്ഞു, എനിക്ക് മിക്കവാറും എറണാകുളത്തേക്ക് ജില്ലാ ജഡ്ജിയായിട്ട് പോസ്റ്റിംഗ് കിട്ടും. ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവ്യം 3 വകുപ്പ് അധ്യക്ഷൻ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ആൻഡ് 3 വകുപ്പിലും പെട്ട ആളുകൾ ഇവിടെ എറണാകുളത്ത് നമ്മുടെ ചർച്ചിലാകാനുള്ള അവസരം ഉണ്ടായിട്ട് അതിൽ 2 പേര് വന്നിട്ടും നമ്മൾ എന്തോ ചെയ്തു പറ. ഇവിടെ ഇരുന്നാണ് മനോജ് എബ്രഹാം സിറ്റി പോലീസ് കമ്മീഷൻ ആരാധിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ എന്തോ ചെയ്തു? ആ ബെഞ്ചിൽ നിന്നാണ് RTO മൈക്കിൾ ആരാധിച്ചുകൊണ്ടിരുന്നത്. ഞാൻ നിങ്ങൾ എന്തോ ചെയ്തു? ഇതിൽ കൂടി ദൈവം എന്ത് ചെയ്യണം നമുക്ക് വേണ്ടി? ഞാൻ ആളുകൾ വലുതാണെന്നല്ല പറയുന്നത്. ഈ ദേശത്തെ ഉന്നതന്മാരെ സമീപിച്ച് ജീവനുള്ള ദൈവത്തെക്കുറിച്ച് സാക്ഷിക്കാൻ അവസരം ദൈവം തന്നത് നിങ്ങൾക്കാണ്, ഫെയ്ത്ത് സിറ്റി ചർച്ചിനാണ്, ഇവിടെ ഇരിക്കുന്ന ഓരോ വിശ്വാസിക്കുമാണ്. അത് മറക്കാതെ കൊണ്ട് എന്നെയും നിന്നെയും രാജസ്ഥാനത്താക്കിയത് ഈ കാലത്തേക്കാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇറങ്ങാൻ മനസ്സുണ്ടെങ്കിൽ കരമേർച്ച് നല്ലൊരു സ്തോത്രം പറഞ്ഞാട്ട്. ഈ വചനങ്ങളെ ദൈവമാരെ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കണ്ണുകളടയ്ക്കാം, തലകളെ വണക്കാം. പ്രൈസ് ഗോഡ്. എബ്രഹാം മുട്ടൊന്ന് പ്രാർത്ഥിച്ച് വേണ്ടി അവസാനിപ്പിക്കാം. പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, വീണ്ടും ഞങ്ങളങ്ങേ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. താവ്യ ഉപവാസത്തിന്റെ 3-ാമത്തെ ദിവസം പകൽക്കാലം കർത്താവിൻ്റെ പാദപീഠങ്ങളിൽ ചേർന്ന് വരുവാൻ, കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് അവിടുത്തെ വചനം ശ്രദ്ധിപ്പാൻ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തതുപോലെ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവജനത്തിന് മുൻപാകെ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചരുവാൻ കർത്താവ് ഒരുക്കി തന്ന നല്ല അവസരങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവേ, അവിടുത്തെ മാറ്റമില്ലാത്ത വചനം കർത്താവേ ഇന്ന് പകൽക്കാലം ഞങ്ങളോട് സംസാരിക്കുകയും ഒരു എസ്തേറിന്റെ ജീവിതത്തിൽ അവളെ രാജസ്ഥാനത്താക്കിയിരിക്കുന്നത് കർത്താവേ മൊർദെഖായിയെ ഓർപ്പിക്കുന്നുണ്ട്. നീ രാജസ്ഥാനത്തിരിക്കിയാൽ എല്ലാ യഹൂദന്മാരിലും വെച്ച് രക്ഷപ്പെട്ടു കൊള്ളാമെന്ന് നീ വിചാരിക്കണ്ട. ഇങ്ങനൊരു കാലത്തിനായിട്ടല്ലോ നീ രാജസ്ഥാനത്തായിരിക്കുന്നത്. കർത്താവേ, ഇന്ന് പകൽ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് ഞങ്ങൾക്കുള്ളതായ ഉത്തരവാദിത്വം ഞങ്ങൾ കർത്താവെ ഇന്ന് പകൽ യഥാർത്ഥമായി മനസ്സിലാക്കി ഞങ്ങളെക്കുറിച്ച് കർത്താവ് എന്ത് പ്ലാൻ ചെയ്യുന്നുവോ ആ പ്ലാൻ കർത്താവെ നിറവേറത്തക്കവണ്ണം പൂർണ്ണമായി അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചരുവാൻ കർത്താവെ ഈ 21 ദിവസത്തെ ഉപവാസം കൊണ്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടവരികയും അതുമൂലം കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുകയും ചെയ്യുവാൻ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവജനത്തിനെതിരായിട്ട് താവേ ശത്രു പ്ലാൻ തയ്യാറാക്കുമ്പോൾ ദൈവജനത്തെ നശിപ്പിക്കാനായി താവേ കൽപ്പനകൾ പുറപ്പെടുന്നതായ സമയത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ കർത്താവെ ഒരു മൊർദെഖായിയെ പോലെ നിന്നുകൊണ്ട് നിലവിളിക്കുവാൻ താവേ രട്ടിലിരുന്നു കൊണ്ട് പൂഴി വാരിയിട്ടുകൊണ്ട് പട്ടണത്തിൻ്റെ മധ്യത്തിൽ കൂടെ നിലവിളിച്ചുകൊണ്ട് നടന്നതുപോലെ താവേ അങ്ങനെ ഒരു ആത്മഭാരമുള്ള താവേ ഒരു കൂട്ടം വിശ്വാസികൾ ഈ പട്ടണത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കത്തക്കവണ്ണം ഈ ദിവസങ്ങൾ കർത്താവെ അതിനായി വേർതിരിക്കപ്പെടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ആഴമായി ഇടപെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഒരിക്കലും ഹല്ലേലൂയ ഈ നിയമം മാറ്റുവാൻ കഴിയുകയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത സമയത്ത് ദൈവത്തിന് സ്തോത്രം താവേ ഇടപെടേണ്ടതായ രംഗത്ത് ഇടപെട്ടുകൊണ്ട് താവേ പൊൻചങ്കോൽ നീട്ടിക്കൊണ്ട് എന്ത് ചോദിച്ചാലും തരാമെന്ന് പറയത്തക്കവണ്ണം ദൈവത്തിന് ഹൃദയങ്ങളെ മാറ്റുവാൻ കഴിയുമെന്ന് ദൈവത്തിന് കൂടെ ഞങ്ങളെ ഓർപ്പിച്ചു കർത്താവേ. ഈ ദിവസങ്ങളിലെ ഉപവാസം ഞങ്ങളുടെയൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളെക്കാൾ ഉപരിയായി താവേ വലങ്കയും ഇടങ്കയും അറിയാതെ നശിക്കുന്നതായ ഈ ജനത്തെ കുറിച്ചുള്ളതായ ഭാരം താവേ ഞങ്ങളുടെ ഉള്ളത്തിൽ വന്നിട്ട് അതിനുവേണ്ടി ഞങ്ങൾ അലാവോളം എന്തെങ്കിലും ചെയ്യുവാൻ തക്കവണ്ണം അതിനാവശ്യമായിരിക്കുന്നതായ താവേ പരിശുദ്ധാത്മശക്തിയോടുകൂടെ ഇറങ്ങിത്തിരിക്കുവാൻ ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ഓരോ പ്രിയപ്പെട്ടവരെ ഒരുക്കിയെടുക്കേണ്ടതിനായി ഞങ്ങളെ സമർപ്പിക്കുവാൻ കർത്താവേ ഓരോ പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ ആത്മാവ് ആഴമായി ഇടപെടേണ്ട
മാറേണ്ടതിനായി താവേ ഈ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. താവിന്റെ ദാസനെ വീണ്ടും കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. തുടർന്ന് ആവശ്യമായ വചനം പങ്കിടുവാൻ ആവശ്യമായ കൃപ താവിന്റെ ദാസന്മേലും പകരുകയും താവെ എല്ലാ നിലയിലും ഈ ഉപവാസം ഈ സഭയ്ക്കും ഈ പട്ടണത്തിനും വലിയൊരു അനുഗ്രഹമാക്കി മാറുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കുകയും മഹത്വമെടുക്കുകയും ചെയ്യണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ.